ഓക്കേടാ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ നമുക്ക് ക്ലാസ് തരാൻ വേണ്ടി വന്നിരിക്കുന്നത് PhD സ്കോളർ കൂടിയായ റാനിയൽ നിയാത മാം ആണ്. അപ്പോൾ മാമിനെ സ്റ്റഡി സർക്കിളിന്റെ പേരിലും SFI യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്തോളൂ മാം. താങ്ക് യു രഞ്ജിത. ഗുഡ് മോർണിംഗ് എവ്രിബഡി. സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഞാനൊന്ന് സ്ലൈഡ് ഷെയർ ചെയ്തോട്ടെ. കാണാവല്ലോ അല്ലെ? ഹലോ, ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ. സ്ലൈഡ് കാണല്ലോ അല്ലെ? പ്രസന്റ്. ഒരു മിനിറ്റ്. ഓക്കെ. സ്ലൈഡ് കാണുന്നുണ്ടോ? ഇല്ല മാം, സ്ലൈഡ് കാണുന്നില്ല. ഓക്കെ, ഇപ്പം കാണാലോ അല്ലെ? ഓക്കെ മാം. റൈറ്റ്. ഓൾറൈറ്റ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ സെഷൻസ് ആണ് നമ്മൾ ഇന്നിപ്പം ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെ. സോ നിങ്ങളെല്ലാം 3 ഇയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന സെഷൻസിൽ നമ്മുടെ ഫോക്കസ്, ബിക്കോസ് ഇറ്റ്സ് എൻ എക്സാം ഓറിയന്റഡ് ക്ലാസ്, നമ്മൾ ഇൻ ഡെപ്തിൽ പോവാതെ എക്സാമിന് റിപ്പീറ്റഡ് ആയി വരുന്ന ക്വസ്റ്റ്യൻസും ഏരിയാസും വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നോർമലി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോന് ഇൻട്രൊഡക്ഷൻ, എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ജനറലി നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്, അത് നമ്മൾ ഇവിടെ കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂൾ ഓഫ് ലോ, സെപ്പറേഷൻ ഓഫ് പവർ, നാച്ചുറൽ ജസ്റ്റിന്റെ പ്രിൻസിപ്പിൾസ്, ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ, അതുപോലെ ജുഡീഷ്യൽ കൺട്രോളും, പിന്നെ ചില എക്സ്ട്രാ പ്രൊവിഷൻ, മിസലിനിയസ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ്, നമ്മൾ റെഗുലറായി ചോദിക്കുന്ന കുറച്ച് കോൺസെപ്റ്റ്സും നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്ത് വരും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് തിങ്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഇതിപ്പോ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ്ഫുൾ ആയി വരുന്ന ഒരു പ്രോസസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഡെഫിനേഷൻ. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അഡ്മിനിസ്ട്രേറ്റീവ് ലോനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ നേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കോർണർ സ്റ്റോൺ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ നമ്മൾ നോക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ സ്പെസിഫിക് ആയിട്ട് കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ ചെയ്യുന്ന ആളുകൾ എങ്ങനെയായിരിക്കണം, അവരെങ്ങനെ റൂൾസ് മേക്ക് ചെയ്യാൻ പറ്റുമോ, അവരുടെ പവേഴ്സ് എന്താ, അവരുടെ ഫങ്ഷൻസ് എന്താണെന്നൊന്നും എവിടെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ പവർ, ആ പറഞ്ഞിരിക്കുന്ന ആബ്സെൻസ് ഉണ്ടല്ലോ, ആ ആബ്സെൻസ് വേർ ദേ ഡോണ്ട് സ്പീക്ക് അബൌട്ട് ഹൗ ആക്ച്വലി ഫങ്ഷൻസ് നടക്കണം എന്ന് പറഞ്ഞിട്ടില്ലാത്ത ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവോൾവ് ചെയ്ത ബ്രാഞ്ച് ഓഫ് ലോ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. സോ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നമുക്ക് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ, ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ഉണ്ട്. ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെക്കാനിസം കോൺസ്റ്റിറ്റ്യൂഷനില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സ് ലൈക്ക് ബേസിക് ഡോക്യുമെന്റ് സെറ്റിംഗ് അപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന സെറ്റ് ഓഫ് ലോസിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഒരു പബ്ലിക് ലോന്റെ ബ്രാഞ്ച് ആയിരിക്കും. അതെന്താ പറയാ, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിന്റെ പവേഴ്സും ഫങ്ഷൻസും എന്താണ്, ഇവരെങ്ങനെ റൂൾ മേക്ക് ചെയ്യണം, ഇവരെ റൂൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെങ്കിലും ആസ് ഹ്യൂമൻ ബീങ്സ്, ആസ് നോർമൽ സിറ്റിസൺ നമുക്ക് എന്തൊക്കെ ഇതിനെതിരെ വെക്കാൻ പറ്റാന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന സെറ്റ് ഓഫ് ലോസിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. ബേസിക്കലി
കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസും ബോഡീസും ഈ ഡേ ടു ഡേ ഫംഗ്ഷന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഡീൽ ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് ലോസിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സബ്ജക്ട് മാറ്റർ എപ്പോഴും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. നമ്മുടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പബ്ലിക് ഡേ ടു ഡേ സിറ്റിസണുമായിട്ടുള്ള ഡീലിങ്സും അവർ തമ്മിലുള്ള ഡീലിങ്സും എങ്ങനെ നടക്കണം എന്ന് പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ആയിരിക്കും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോ സെറ്റപ്പ് ഡീൽ ചെയ്ത് സബ്ജക്ട് മാറ്റർ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലോ ഒരു ഗവൺമെന്റ് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് അതിന്റെ പവർ എങ്ങനെ എക്സസൈസ് ചെയ്യണം എന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ലോ പറയും. കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഒരു സ്റ്റാറ്റിക് ഫ്രെയിം വർക്ക് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വരാത്തോടത്തോളം കാലം കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ ഒരു സ്ട്രക്ചർ, ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ ബേസിക് സ്ട്രക്ചർ നമ്മൾ കേശവാനന്ദ ഭാരതിയിൽ പഠിച്ച പോലെ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ വെച്ചിട്ട് മാത്രമേ നമുക്ക് അമെന്റ്മെന്റും നടത്താൻ പറ്റത്തുള്ളൂ. ഒരു ബേസിക് സ്ട്രക്ചർ അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ഓൺ ദ കോൺട്രറി അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഒരു ഡൈനാമിക് ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കുന്നത്. ഡേ ടു ഡേ നമുക്ക് ഇന്ന് എന്താണോ ആവശ്യം ആ ആവശ്യത്തിന് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു OBC സർട്ടിഫിക്കറ്റ് വേണം. OBC സർട്ടിഫിക്കറ്റ് തരാനുള്ള റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. ഐ ഹാവ് എ റൈറ്റ് ടു ഗെറ്റ് ദാറ്റ് OBC സർട്ടിഫിക്കറ്റ്. ബട്ട് എങ്ങനെ ഞാൻ എടുക്കും? ഞാൻ എവിടെ പോകണം? ഞാൻ എന്തൊക്കെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം? ഈ ഡോക്യുമെന്റ് ആരാണ് പ്രോസസ് ചെയ്യേണ്ടത്? ഈ ഡോക്യുമെന്റ് എവിടെ സബ്മിറ്റ് ചെയ്യണം? ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തതിന്റെ ബേസിസിൽ ആരാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. ആ സാധനം പറയുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അതുകൊണ്ട് അത് ഭയങ്കര ഡൈനാമിക് ആയിരിക്കും. നമ്മൾ എമർജൻസി സിറ്റുവേഷൻസിൽ വരുമ്പോഴൊക്കെ ആയിരിക്കും അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക് ഫ്രെയിംവർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറും കൂടെ സെറ്റപ്പ് ചെയ്യുന്ന വേ ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഉണ്ടാവുന്നത്. ഇതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോനെ എപ്പോഴും ഒരു ലാർജർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സും, നിങ്ങൾ ചെയ്തിരിക്കുന്ന റൂൾ മേക്കിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ, നിങ്ങൾ ഡിസിഷൻ എടുത്തു ആ ഡിസിഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ? അപ്പോൾ ആ ടെസ്റ്റ് എപ്പോഴും ആർട്ടിക്കിൾ 14ന്റെയും ആർട്ടിക്കിൾ 21ന്റെയും ആർട്ടിക്കിൾ 90ന്റെയും ടെസ്റ്റ് പ്രകാരമായിരിക്കും അത് റെഗുലേറ്റഡ് ആണോ നോക്കുന്നത്. ഇപ്പൊ ആർട്ടിക്കിൾ 14 വയലേറ്റ് ചെയ്തു, റൂൾ ഓഫ് ലോനെ വയലേറ്റ് ചെയ്തു, നമ്മുടെ ആർബിട്രറി ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോന്റെ പ്രൊവിഷൻസ് നമ്മൾ വയലേറ്റ് ചെയ്യുവാണെങ്കിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായി. അതുപോലെ ആർട്ടിക്കിൾ 21 ഫെയർ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നല്ലേ നമ്മൾ ആർട്ടിക്കിൾ 21 പറയുന്നത്. അപ്പൊ ആ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ മേനകാന്തിയിൽ വരുമ്പോൾ പിന്നെ അത് വീണ്ടും ഇലോബറേറ്റ് ചെയ്യും. എന്നാലും 21 പ്രകാരം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ലോ ഫെയർ പ്രൊസീജിയർ ആണോ എന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങളത് ഫെയർ അല്ലെങ്കിൽ 21 വയലേഷനായി. അതേപോലെ 19 നമ്മൾ എടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് എടുത്ത ഫങ്ഷൻസ് ഏതെങ്കിലും ഫ്രീഡത്തിന് കർട്ടേൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് എന്താകും? കോൺട്രറി ടു ദി എസ്റ്റാബ്ലിഷ്ഡ് നോംസ് ആയിരിക്കും. ഈ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസിന്റെ മുകളിൽ ഡേ ടു ഡേ ഫങ്ഷൻസ് നടത്താൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ബോഡി ഓഫ് ലെജിസ്ലേഷൻസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എപ്പോഴും പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും. പബ്ലിക് ലോ ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ലോ. നമുക്ക് മേജർ ആയിട്ട് 2 ഡെഫിനേഷൻസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ വരുന്നത്. ഒന്ന് സർ ഐവർ ജെന്നിങ്ങിന്റെയും ഡൈസിയുടെയും. ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് എക്സാംസ് എഴുതുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ ആയിട്ട് എപ്പോഴും എഴുതാൻ പറ്റുന്ന ഒരു ഡെഫിനേഷൻ ആണ് ജെന്നിങ്ങിന്റെയും ഡൈസിയുടെ ഡെഫിനേഷൻ. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഇസ് എ ലോ റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ, ഡിറ്റർമൈൻസ് ഓർഗനൈസേഷൻസ് പവർ ഡ്യൂട്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് എന്ന് ജെന്നിങ് പറഞ്ഞു. ഡൈസിയും സിമിലർ ആയിട്ടുള്ള ഒരു ഇലോബറേറ്റ് ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കാം. സോ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഡീൽ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസും റെഗുലേഷൻസുമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് അത് എഫക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതൊരു because it is related to public administration, it is a public law at the end of the day. It is different from constitutional law because constitutional law set up the skeleton, whereas administrative law fill in the flesh and blood. അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജനറൽ ഒരു ഇൻട്രൊഡക്ഷനും പോലെയുള്ള കാര്യങ്ങൾ എഴുതാനുള്ള മെറ്റീരിയൽ ആയി. സോ ദാറ്റ് ഇസ് ദി ഫസ്റ്റ് പോയിന്റ് ടു മേക്ക്. The definition for administration law and how is it different from constitutional law. The second point for consideration is എന്തുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. ലാർജ്ലി അഡ്മിനിസ്ട്രേറ്റീവ് ലോ നമ്മൾ ഇറ്റ് ഇസ് നോട്ട്, ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ അങ്ങനെ പുതിയ കോൺസെപ്റ്റ് ഒന്നുമല്ല.
എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിലും പല രീതിയിലായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലോസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു റാമ്പന്റ് ഗ്രോത്ത് നടക്കുന്നത് പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇറയിലാണ്. അപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നു, പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു, നമ്മുടെ എക്കോണമീസ് ബൂം ചെയ്യാൻ സമയത്ത് urbanization നടന്നു. ഗ്ലോബലി തന്നെ ഒരു ഷിഫ്റ്റ് നടക്കുന്ന സമയത്താണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഗ്രോത്ത് ലാർജ്ലി ട്രേസ് ചെയ്യുന്നത്. ഒരു 20th സെഞ്ചുറിയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഗ്രോത്ത് ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഓവർ ദ കോഴ്സ് ഓഫ് ടൈം നമ്മുടെ സ്റ്റേറ്റിന്റെ പവറും ഫങ്ഷൻസും ഇവോൾവ് ചെയ്തുകൊണ്ടിരുന്നു. സോ വെൻ വി സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റേറ്റ് ആസ് എ കോൺസെപ്റ്റ്, ആ സമയത്ത് സ്റ്റേറ്റിന് പോലീസ് ഫങ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. പോലീസ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആളുകളുടെ ജീവനും സ്വത്തിനും മാത്രം പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു പവർ മാത്രമേ പോലീസ് സ്റ്റേറ്റിന് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും കൺസേൺഡ് അല്ല സ്റ്റേറ്റ്. ആളുകളുടെ ജീവൻ രക്ഷിക്കാം, സ്വത്തിന് സംരക്ഷണം കൊടുക്കുക, ഇത് മാത്രമേ സ്റ്റേറ്റിന്റെ പവർ ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഓവർ ദി കോഴ്സ് ഓഫ് ടൈം, ഓയിങ് ടു ദി growth in population, owing to the French Revolution that happened, we had a lot of set of revolutions that happened in those period. അപ്പൊ അതിന്റെ ഒക്കെ owing to all this things, നമ്മുടെ സ്റ്റേറ്റിന്റെ ഫങ്ഷൻ മെല്ലെ പോലീസിൽ നിന്ന് കുറച്ചും കൂടെ വെൽഫെയർ ആയിട്ടും കൂടെ മൂവ് ചെയ്തു. അപ്പൊ അതിന് അർത്ഥം എന്താന്ന് വെച്ചാൽ ഇറ്റ് മൂവ് ഫ്രം an ഐഡിയ ഓഫ് വെറും സ്വത്തിന് സംരക്ഷണം മാത്രമല്ല, ആളുകൾക്ക് കുറച്ച് ബെനിഫിറ്റും കൂടെ, ആളുകൾക്ക് പ്രൊട്ടക്ഷൻ, സോഷ്യൽ വെൽഫെയർ വേണം, ആളുകൾക്ക് കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ പോലുള്ള കാര്യങ്ങൾ വേണം, അവർക്ക് ഈക്വൽ ആക്സസ് വേണം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി വെൽഫെയർ കോൺസെപ്റ്റിലേക്ക് വരുന്നു. ഈ വെൽഫെയർ നമ്മൾ പോലീസ് സ്റ്റേറ്റിൽ നിന്ന് വെൽഫെയർ സ്റ്റേറ്റിലേക്ക് വരുന്ന, ലാസിസ് ഫെയർ എന്ന് നമ്മൾ പറയുന്ന വെൽഫെയർ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഗ്രോത്ത് റാമ്പന്റ് ആയിട്ട് ഉണ്ടാവുന്നത്. കാരണം നമ്മുടെ സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻ മാറി. സ്റ്റേറ്റ് വെറും ജീവൻ രക്ഷിക്കാൻ മാത്രമല്ല, ആളുകൾക്ക് സം കൈൻഡ് ഓഫ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ആയിട്ടുള്ള പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൂടെ വന്നപ്പോൾ നമ്മുടെ മൊത്തം ഫിലോസഫി ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സ്റ്റേറ്റ് വെൽഫെയർ സ്റ്റേറ്റ് ആകുമ്പം വെൽഫെയർ എനേബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സ്റ്റേറ്റ് കൊടുക്കണം. പക്ഷെ അങ്ങനെ സ്റ്റേറ്റ് കൊടുക്കുമ്പോൾ സ്റ്റേറ്റിന് കൂടുതൽ ഫങ്ഷണറീസ് വേണം. ഫോർ എക്സാമ്പിൾ, നമ്മളെ മുന്നിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഉള്ളത് ചൂരൽമര മുണ്ടക്കയത്തുള്ള ടൗൺഷിപ്പ് പ്ലാനിങ് ആണ്. ഇപ്പം നോർമലി സ്റ്റേറ്റിന്റെ ഫങ്ഷൻ അല്ല ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി ആളുകളെ എത്തിക്കാന്നുള്ളത്. ഇപ്പം ആളുകളുടെ സ്വത്തിന് സംരക്ഷണം കൊടുത്താൽ മതി, ആളുകളുടെ ജീവൻ സംരക്ഷണം കൊടുത്താൽ മതി. പക്ഷെ സ്റ്റേറ്റിന്റെ ഫിലോസഫി ഇവോൾവ് ചെയ്തും സ്റ്റേറ്റ് പറഞ്ഞു അങ്ങനെയല്ല, ജനങ്ങൾക്ക് ഈ ഒരു നാച്ചുറൽ കലാമിറ്റിയിലൂടെ ഈ വയനാട്ടിലുള്ള ഈ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി, അവര് ഡിസ്പ്ലേസ്ഡ് ആയി, അവരുടെ പ്രോപ്പർ പ്ലേസിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻ ആണ്. സ്റ്റേറ്റ് വെറുതെ ആളുകളുടെ സ്വത്തിന് മാത്രം അല്ലെങ്കിൽ ജീവന് മാത്രം സംരക്ഷണം കൊടുത്താൽ പോരാ, അവർക്ക് വേണ്ടിയിട്ടുള്ള നോർമൽ ഗ്രോത്തും അവരുടെ വെൽഫെയറും കൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ടൗൺഷിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ടൗൺഷിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന്, കാശ് വേണം. ഇത് എങ്ങനെ പ്ലാൻ ചെയ്യണം, ഒരു പ്ലാനിങ്ങിന് ഒരാൾ വേണം, അത് നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി വേണം. അതുപോലെ തന്നെ ഇതിന് റെലവെന്റ് ആയിട്ടുള്ള ബാക്കി മെറ്റീരിയൽ സപ്ലൈ ഒക്കെ ചെയ്യണം. ഓരോ സമയത്തും ഓരോ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവില്ലേ, ഏത് കമ്പനിയുടെ സിമെന്റ് വാങ്ങണം, ഏത് കോൺട്രാക്ടറിന് കൊടുക്കണം, ഏത് ഡിസൈൻ അപ്രൂവ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം ഇറ്റ് വുഡ് ഹാവ് ഓൾ എഫക്റ്റഡ് നമ്മൾ ഓവർ ദ കോഴ്സ് ഓഫ് ടൈം. ഈ ഡിസിഷൻ എല്ലാം എഫക്ട് ചെയ്തിട്ടുണ്ടാകും, എങ്ങനെ പോകണം, എന്തൊക്കെ എടുക്കണം എന്ന്. അതെല്ലാം എങ്ങനെ സാധിക്കുന്നത്? ഒരു സെറ്റ് ഓഫ് പീപ്പിൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്. സോ ദാറ്റ് ഹാപ്പൻഡ്. ആൻഡ് അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് കുറെ പവർ കിട്ടുമ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഇങ്ങനെ കുറെ ആളുകൾ വന്നു, നമുക്ക് വെൽഫെയർ പവർ ഒരു വെൽഫെയർ ലെജിസ്ലേഷൻ ചെയ്ത് കൊടുക്കണം, അതിന് സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, പക്ഷെ അവരെ റെഗുലേറ്റ് ചെയ്യണം. അവരെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഗ്രോത്ത് വരുന്നത്. അങ്ങനെ നോക്കുമ്പം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഗ്രോ ചെയ്യാനുള്ള ഒരു കാരണം നമ്മൾ സ്റ്റേറ്റിന്റെ ഫംഗ്ഷന് പോലീസിൽ നിന്ന് വെൽഫെയറിലേക്ക് മാറിയപ്പോഴാണ് നമ്മൾ ഗ്രോത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാസിസ് ഫെയർ സ്റ്റേറ്റിൽ നിന്ന് സോഷ്യൽ വെൽഫെയർ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഗ്രോത്ത് വരുന്നത്. നമ്മൾ ആലോചിച്ചാൽ മതി, സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻ മാറി സ്റ്റേറ്റ് കൂടുതൽ കാര്യങ്ങൾ കൊടുക്കണം. കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു CM-ന് ചെയ്യാൻ പറ്റില്ല, ഒരു രാജാവിന് ചെയ്യാൻ പറ്റില്ല. അതിന് ചെയ്തെടുക്കാൻ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആളുകൾ വേണം. ആ ആളുകൾക്ക്
കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചില റൂൾസ് വേണം. ആ റൂൾസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇത് ഗ്രോ ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ ഒന്ന് സ്റ്റേറ്റിന്റെ ഫംഗ്ഷന് മാറി, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും വരുന്ന സമയത്ത് സ്പെഷ്യലൈസേഷൻസ് കൂടി. നമ്മള് ആളുകൾക്ക് ടെക്നിക്കൽ സ്പെഷ്യലൈസേഷൻസ് കൂടി. ചില കാര്യങ്ങൾക്ക് ഇപ്പം ഞാൻ പലപ്പോഴായിട്ട് ക്ലാസ്സിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഒരു എക്സാമ്പിളാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഡീൽ ചെയ്യുന്നത് ഭയങ്കര സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പേറ്റന്റ് ഫോർ എക്സാമ്പിൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഒരു ലോയറായി ട്രെയിൻ ചെയ്ത എനിക്ക് സയന്റിഫിക്കൽ പ്രിൻസിപ്പിൾസ് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ ഒരു സയന്റിസ്റ്റ് ലോ പഠിക്കുന്നതായിരിക്കും IPR ഇംപ്ലിമെന്റ് ചെയ്യാൻ, പേറ്റന്റ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒരു CM-നെ ഒരു മിനിസ്റ്ററിനെ ഒഴിവാക്കിയിട്ട് ഇത് അറിയുന്ന ആൾക്കാർക്ക് കൊടുക്കാം. അവരെ നമ്മൾ ഏൽപ്പിക്കുക, അവർക്ക് ഒരു സെറ്റ് ഓഫ് ലോസ് കൊടുക്കാം. അതുപോലെ തന്നെ ലോസ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അവരോട് പറയാണ്, ഇതാണ് നിങ്ങളെ റെഗുലേറ്റ് ചെയ്യാനുള്ള റൂൾസ് റെഗുലേഷൻസ്. ഇതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉണ്ട്, നമുക്ക് ജുഡീഷ്യൽ കൺട്രോൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻഡസ്ട്രിയലൈസേഷനും ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ്, നമ്മുടെ സൊസൈറ്റി ടെക്നിക്കലായി മാറുന്നു, കൂടുതൽ കാര്യങ്ങൾ ടെക്നിക്കലൈസ്ഡ് ആകുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഗ്രോത്തിന് ഒരു കാരണമാണ്. അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് മെക്കാനിസം അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിനുള്ള സ്പെസിഫിക് മെക്കാനിസം ഉണ്ട്. നമ്മള് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല, പെറ്റി അടിക്കാം, അപ്പൊ തന്നെ പെറ്റി അടിക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതും അഡ്മിനിസ്ട്രേറ്റീവ് ലോ. നമ്മൾ മറ്റേത് കോടതിയിൽ പോയി കോടതിയുടെ മുന്നിൽ ഹാജരായി നമ്മൾ കേസ് കൊടുത്തിട്ട് അവസാനം ഞാൻ ഹെൽമെറ്റ് ഇട്ടോ ഇല്ലയോ എന്നൊക്കെ തെളിയിച്ച് എത്ര എവിഡൻസ് എടുത്തിട്ട് എളുപ്പം പെറ്റി അടിച്ചാൽ തീർന്ന്. അപ്പൊ അത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് മെക്കാനിസം ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മള് ഇതിന് ഏറ്റവും അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഗ്രോത്ത് നമ്മൾ റിയൽ ലൈഫിൽ കണ്ടത് കോവിഡ് സമയത്ത് മൊത്തം സ്റ്റേറ്റ് മെഷീനറീസും ഹെഡ് ചെയ്ത് CM ഇരിക്കുമ്പോൾ പോലും, CM-ഉം ഹെൽത്ത് മിനിസ്റ്ററും ഇരിക്കുമ്പോൾ പോലും ഓരോ വാർഡിലും ആളുകൾ ഇറങ്ങി പ്രവർത്തിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ കാരണം അത്രയും ഡിമാൻഡിൽ, അത്രയും തരത്തിൽ നമ്മുടെ കേസസ് കൂടുകയായിരുന്നു, അത്രയും ഡിമാൻഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു. സോ അങ്ങനെ വരുന്ന അവസ്ഥയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇതെല്ലാം ഡീസെൻട്രലൈസ്ഡ് ആയി. ഒരു ഡിസിഷൻ CM-ന് കാത്തിരിക്കാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ ആൾക്ക് ഈ പെർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് കൊടുക്കണോ, ഇയാൾ എവിടുന്ന് മൂവ് ചെയ്യണോ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ കണ്ടെയ്ൻമെന്റ് സോൺ ആയിട്ട് ഡിക്ലെയർ ചെയ്യണോ എന്ന് CM-നോട് ചോദിക്കാനുള്ള സമയമില്ല. അത്രയും എഫിഷ്യന്റ് ആയിട്ട്, അത്രയും ടൈം സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. കോവിഡ് അതേപോലെ തന്നെ ഫ്ലഡ് ടൈമിലൊന്നും നമുക്ക് എല്ലാരും കൂടി ഇരുന്ന് തീരുമാനിച്ചെടുക്കാൻ സമയമില്ല. നമ്മൾ അതിനെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ആണ് ആ ഡിസിഷൻസ് എടുത്ത്. അപ്പൊ ആ ഒരു എഫിഷ്യൻസിയും നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആ ഒരു എഫിഷ്യൻസി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലോന്. അതുപോലെ തന്നെ റെഗുലേഷൻസ് നമുക്ക് എന്തത്രേ ഉള്ളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ പവർ ചെയ്തു, ബട്ട് ഡിപ്പെൻഡിങ് ഓൺ നമുക്കൊരു റെഗുലേഷൻസ് ഉണ്ടാവും, റെഗുലേഷൻസ് അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെലിഗേറ്റഡ് പവേഴ്സും നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് താഴെ നിന്നിട്ട് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. എമർജൻസി സിറ്റുവേഷൻ സമയത്തും നമുക്ക് എമർജൻസി സിറ്റുവേഷൻ സമയത്ത് നമുക്ക് ായിട്ട് ഡിസിഷൻ എടുക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ സാധിക്കും. കാരണം അവരാണ് ഓൺ ദ ഗ്രൗണ്ട് ഇരിക്കുന്നത്. ഈ ഷട്ടർ താത്തണോ വേണ്ടയോ എന്ന് ഒരിക്കലും ഒരു മിനിസ്റ്റർ ഇരുന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ആരാണ് ഇൻചാർജ്, ഡാമിന്റെ ഇൻചാർജ് ആരായിരിക്കുന്നു, അയാൾക്ക് ആ സമയത്ത് എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. അത് അയാൾ ഡിസൈഡ് ചെയ്യുന്നത് ഗിവൺ ദി അതർ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് വെച്ചിട്ടാണ് അയാൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മള് ഫങ്ഷണറീസ് മാറുമ്പോഴാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഗ്രോത്ത് ഉണ്ടായത്. ആ ഫങ്ഷണറി മാറാൻ ബേസിക് ആയിട്ടുള്ള കാര്യം ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനുമാണ്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് കൂടുതൽ ടെക്നിക്കൽ ആവണം, നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കണം, നമുക്ക് ചില സമയത്ത് എമർജൻസി സിറ്റുവേഷൻ ഉണ്ട്, ആ സമയത്ത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കണം, നമുക്ക് ചിലപ്പോൾ എക്സ്പെരിമെന്റൽ ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ടി വരും. ഇതെല്ലാം പോസിബിൾ ആവുന്ന ഒരു വെന്യൂ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഗ്രോ ചെയ്തിരിക്കുന്നത്. AR ക്രൈപ്പക് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1969 കോടതി പറഞ്ഞിട്ടുള്ളത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഗ്രോത്ത് അഡ്മിനിസ്ട്രേഷനും അഡ്ജുഡിക്കേഷനും നമ്മൾ ലൈൻ ബ്ലർ ചെയ്ത് ഇറ്റ്സ് വൺ ആൻഡ് ദ സെയിം എന്ന് പോലും പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഗ്രോത്തിൽ. സോ ഗിവൺ ദാറ്റ് സെറ്റ് ഓഫ് ഫാക്ട് നമ്മൾ ഇനി നോക്കാനുള്ളത് ഇതാണ് ജനറലി അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഒരു ഇൻട്രൊഡക്ടറി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട്
വളർന്നു എന്താണ് ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോ നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് 3 രീതിയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പവറിന് 3 തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ചിലത് റൂൾ മേക്കിംഗ് പവർ ആണ്, ചിലത് അഡ്ജുഡിക്കേറ്ററി പവർ ആണ്, ചിലത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ആണ്. റൂൾ മേക്കിംഗ് പവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലോ ഉണ്ടാക്കേണ്ടി വരും, പുതിയ ലോ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഒരു OBC സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്, അല്ലെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതൊക്കെ റൂൾസ്. ആ റൂൾ മേക്കിംഗ് പവറും അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി തീരുമാനിക്കേണ്ടത്, ആര് മുന്നിലാണ് അപ്ലൈ ചെയ്യേണ്ടതും മറ്റും. അതുപോലത്തെ ഉള്ള അഡ്ജുഡിക്കേറ്ററി പവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ആപ്ലിക്കേഷൻ OBC സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ വന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കണോ വേണ്ടയോ, അതൊരു അഡ്ജുഡിക്കേറ്ററി പവറാണ്. ആരാ ഡിസൈഡ് ചെയ്യുന്നത്, ആരെ മുന്നിലാണോ വരുന്നത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അഡ്ജുഡിക്കേറ്ററി പവറും ഈ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ചെയ്യും. അല്ലാണ്ട് തന്നെ ചിലപ്പം ഡേ ടു ഡേ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസും ചെയ്യേണ്ടി വരും. അപ്പൊ ഈ 3 തരത്തിലുള്ള ഫംഗ്ഷൻസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ കോർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 3 തരത്തിലുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഓരോ കോൺസെപ്റ്റ്സും ഈ നമ്മൾ ബ്രോഡ്ലി ഈ 3 കോൺസെപ്റ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. നമ്മൾ ഇനി എഴുതുന്ന നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ മൊത്തം അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ പഠിക്കുന്ന പല കാര്യങ്ങളും ഈ ബ്രോഡർ ഫ്രെയിം വർക്കിലാണ് നിൽക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്ജുഡിക്കേറ്ററി പവർ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ അഡ്ജുഡിക്കേറ്ററി പവറിൽ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് കോൺസെപ്റ്റ് റൂൾ ഓഫ് ലോ ആണ്. ഇതെന്താന്ന് വെച്ചാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് നടക്കുമ്പോൾ ചില സമയത്ത് ചിലപ്പോൾ ഡിസിഷൻസ് മേക്ക് ചെയ്യേണ്ടി വരും. ആ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ അഡ്ജുഡിക്കേറ്ററി പവർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു OBC സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ മുന്നിൽ വരുമ്പം ഈ OBC സർട്ടിഫിക്കറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ, ആ പ്രിൻസിപ്പിൾ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഒരു അഡ്ജുഡിക്കേറ്ററി ഫംഗ്ഷൻ നടത്തുമ്പോൾ ഫസ്റ്റ് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ വെച്ചിട്ട് വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. എന്താണ് റൂൾ ഓഫ് ലോ? ഇറ്റ്സ് എ വെരി ബേസിക് കോൺസെപ്റ്റ്. റൂൾ ഓഫ് ലോ എന്ന് വെച്ചാൽ നിയമവാഴ്ച. നിങ്ങൾ എന്ത് ഡിസൈഡ് ചെയ്താലും കുഴപ്പമില്ല, മേക്ക് ഷുവർ ദാറ്റ് ഡിസിഷൻ ഇസ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ലോ. നിയമത്തിന്റെ സ്കോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ലോ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. യു മേക്ക് എ ഡിസിഷൻ based on the principles of freedom, equality, non-discrimination, fraternity, accountability, non-arbitrariness, and a certain regular and predictable. ഇത്രയും കോൺസെപ്റ്റ്സിന്റെ അടിസ്ഥാനത്തിൽ വേണം ഒരു നിയമം എടുക്കുക, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടത്. നിങ്ങൾ ആർബിട്രറി ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പാടില്ല, ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഡിസിഷൻ എടുത്തതെന്ന് പറയണം. പിന്നെ ഒരാൾക്ക് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സെയിം ഡിസിഷൻ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു OBC സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തു, എന്റെ അമ്മയുടെ പേര് സർട്ടിഫിക്കറ്റിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റേത് റിജക്ട് ചെയ്തു. വേറൊരാളും അമ്മയുടെ പേരിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന അതിനും നിങ്ങൾ റിജക്ട് ചെയ്തിരിക്കണം. സർട്ടനിറ്റി ഉണ്ടാവണം ലോയില്. അതാണ് റൂൾ ഓഫ് ലോ പറയുന്നത്. സർ എഡ്വേർഡ് കോക്ക് ആണ് റൂൾ ഓഫ് ലോന്റെ പ്രിൻസിപ്പിൾസ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ദ ലോ ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന 1885 കോക്കിന്റെ ബുക്കിലാണ് ഈ പറയുന്ന റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഫ്രഞ്ച് ടേം കോൾഡ് എസ് ലാ പ്രിൻസിപ്പെ ഡി ലീഗലൈറ്റ്, ദ പ്രിൻസിപ്പിൾ ഓഫ് ലീഗാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ റൂൾ ഓഫ് ലോ പ്രിൻസിപ്പിൾസ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് ലോയുടെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷിംഗ് പ്രിൻസിപ്പിൾ ആണ് റൂൾ ഓഫ് ലോ. ഈ ഡൈസിയുടെ ഈ കോക്കിന്റെ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നെങ്കിൽ പോലും ഈ കോക്ക് ഒറിജിനേറ്റ് ചെയ്ത ഈ പ്രിൻസിപ്പിൾ പിന്നീട് ഡൈസിയാണ് ഇവോൾവ് ചെയ്തിട്ട് റൂൾ ഓഫ് ലോ എന്താണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫണ്ടമെന്റൽ ആയിട്ട് 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ റൂൾ ഓഫ് ലോ എന്ന് പറയാം. ഒരു ഡിസിഷൻ, അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഒരു അഡ്ജുഡിക്കേറ്ററി ആയിട്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ അത് റൂൾ ഓഫ് ലോന്റെ അടിസ്ഥാനത്തിൽ വേണം ചെയ്യാൻ. അപ്പൊ നമ്മുടെ ചോദ്യം എന്താ, അപ്പൊ നിങ്ങൾ എന്താണ് ഈ റൂൾ ഓഫ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത്? 3 കാര്യങ്ങളാണ് റൂൾ ഓഫ് ലോന്റെ അടിസ്ഥാനം. ഈ 3 കാര്യങ്ങൾ വെച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ അത് റൂൾ ഓഫ് ലോന്റെ അടിസ്ഥാനത്തിലാണ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ റൂൾ ഓഫ് ലോന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഡിസിഷൻ എടുത്തിരിക്കുന്നത്, ആ ഡിസിഷൻ ഫെയർ ഡിസിഷൻ ആണ്. അത്രേ ഉള്ളൂ. ആ ടെസ്റ്റ്, ഈ 3 ടെസ്റ്റിനെയാണ് നമ്മൾ റൂൾ ഓഫ് ലോയിൽ ഇപ്പം പറയാൻ പോകുന്നത്. അതിന്റെ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സുപ്രീമസി ഓഫ് ലോ ആണ്. സെക്കൻഡ് ടെസ്റ്റ് ഇക്വാലിറ്റി ബിഫോർ ലോ ആണ്. തേർഡ് ടെസ്റ്റ് പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ് ആണ്. ഈ ഡൈസിയുടെ ഈ 3 കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, ഇസ് ദിസ് ഡിസിഷൻ
ഡിസിഷൻ ബേസ്ഡ് ഓൺ റൂൾ ഓഫ് ലോ. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ റൂൾ ഓഫ് ലോ ഉണ്ടോ, റൂൾ ഓഫ് ലോ ഉണ്ടെങ്കിൽ അത് ഫെയർ ആണ്, റൂൾ ഓഫ് ലോ ഇല്ലെങ്കിൽ അത് ഇല്ലീഗൽ ആണ്. അത്രേ അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ ഓഫ് ലോ ഉണ്ടോ? ഇപ്പൊ റൂൾ ഓഫ് ലോ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സുപ്രീമസി ഓഫ് ലോ വേണം, ഇക്വാലിറ്റി ബിഫോർ ലോ വേണം, പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സുപ്രീമസി ഓഫ് ലോ? സുപ്രീമസി ഓഫ് ലോ ഇസ് എ വെരി ബേസിക് കോൺസെപ്റ്റ് സേയിങ് ദാറ്റ് ഒരു ഡിസ്ക്രിഷണറി പവർ നോർമലി ആബ്സെന്റ് ആയിരിക്കണം. ഒരു ഡിസിഷൻ എടുക്കുന്ന അതോറിറ്റിയുടെ മുമ്പിൽ ഡിസ്ക്രിഷണറി പവർ ഉണ്ടാവാൻ പാടില്ല. അബ്സല്യൂട്ട് ആയിട്ട് ഒരു തരത്തിൽ ഡിസ്ക്രിഷണറി പവർ ഉണ്ടാവാൻ പാടില്ല. ഇറ്റ്സ് ലൈക്ക് മെഷീനോട് ഇത് ട്രൂ, ഇത് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഓൺലി സേ ഇതർ ഇറ്റ്സ് ബ്ലാക്ക് ഓർ വൈറ്റ്, ഇത് ഗ്രേ ആണെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ഡിസ്ക്രിഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഡൈസി പറയുന്ന സുപ്രീമസി ഓഫ് ലോ. അപ്പൊ നമ്മൾ പറയുന്നത് ഡൈസിയുടെ സുപ്രീമസി ഓഫ് ലോ ആണ്. ഡൈസിയുടെ സുപ്രീമസി ഓഫ് ലോയും ഈ റൂൾ ഓഫ് ലോയും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. പക്ഷെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൈസിയാണ് റൂൾ ഓഫ് ലോനെ ഇലോബറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൈസിയുടെ റൂൾ ഓഫ് ലോ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് കോൺസെപ്റ്റ് സുപ്രീമസി ഓഫ് ലോ ആണ്. ഒരു തരത്തിലുമുള്ള ഡിസ്ക്രിഷണറി പവർ ഉണ്ടാവാൻ പാടില്ല. ആബ്സെൻസ് ഓഫ് ആർബിട്രിനെസ്, prerogativeness or even wider discretionary power on the part of government. അങ്ങനെ ഉണ്ടെങ്കിൽ സുപ്രീമസി ഓഫ് ലോ ആണ് എന്ന് പറയാൻ പറ്റും. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഒരു തരത്തിലും ഒരു ഡിസ്ക്രിഷണറി പവറും ആരുടെ മുന്നിലും ഇല്ല. ഞാൻ ഒരു ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷന്റെ എല്ലാ റിക്വയർമെന്റും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഇപ്പം നമ്മൾ അക്ഷയ സെന്ററിൽ പോയാൽ പറയില്ല ഇന്ന ഡോക്യുമെന്റ് ഒക്കെ കൊണ്ടുവന്ന്, ആ ഡോക്യുമെന്റ് എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നിരിക്കണം. That is the first principle, supremacy of law. ഒരു തരത്തിലും ആർബിട്രറി പവർ ഉണ്ടാവാൻ പാടില്ല, ഒരു തരത്തിലും ഒരു ഡിസ്ക്രിഷണറി പവർ ഉണ്ടാവാൻ പാടില്ല ആരുടെ ഭാഗത്ത്? ഡിസൈഡിങ് അതോറിറ്റിയുടെ ഭാഗത്ത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ സുപ്രീമസി ഓഫ് ലോ ഉണ്ട് എന്ന് പറയാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇപ്പം അൺലെസ് ആൻഡ് അൺടിൽ ദർ ഇസ് എ ഡ്യൂ പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു ബ്രീച്ച് ഓഫ് ലോയോ ഓർഡിനറി മാനറിലോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിലും ഒരാളെ ഫർദർ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിലും എന്തെങ്കിലും ഒരു ലോന്റെ വയലേഷൻ ഉണ്ടാവണം. അല്ലാണ്ട് എനിക്കിഷ്ടം, മജിസ്ട്രേറ്റിന് ഇയാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് മജിസ്ട്രേറ്റ് ഇയാളുടെ അറസ്റ്റ് ഇയാളെ വെറുതെ വിട്ടയച്ചു, അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് ലൈക്ക് ഒരു തരത്തിലൊരു ഡിസ്ക്രിഷണറി പവറോ ഒരു തരത്തിലുള്ള ഒരു പ്രൊവിഷനോ അവിടെ അവൈലബിൾ ആവാൻ പാടില്ല. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, സുപ്രീമസി ഓഫ് ലോ. സെക്കൻഡ് പ്രിൻസിപ്പിൾ, ഇക്വാലിറ്റി ബിഫോർ ലോ. ദ ഐഡിയ ഓഫ് ഇക്വാലിറ്റി ഇസ് ഈക്വൽ മസ്റ്റ് ബി ട്രീറ്റഡ് ഈക്വലി എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ നിയമത്തിന്റെ മുന്നിൽ പോകുന്ന എല്ലാവരും ഈക്വലി വേണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവര് ഈക്വൽ ക്ലാസ്സിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കണം കൊടുത്തിരിക്കേണ്ടത്. അപ്പം ഈ ഈക്വൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവരും ഈക്വൽ ആയിട്ട് 3 കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് ഇക്വാലിറ്റി ബിഫോർ ലോ ഉണ്ടാവാന്ന് പറയുന്നത്. ഒന്ന്, ഗവൺമെന്റ് ഒഫീഷ്യൽസിനും അല്ലെങ്കിൽ വേറെ ആർക്കും, ഇപ്പം പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്കും ഒരു തരത്തിലും സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടെങ്കിൽ അവിടെ ഇക്വാലിറ്റി ഇല്ല എന്നാണ് ഡൈസി പറയുന്നത്. രണ്ടാമത് ഡൈസി പറയുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ എല്ലാവരും ഇറസ്പെക്റ്റീവ് ഓഫ് ദി സ്റ്റാറ്റസ് എല്ലാവരും ഓർഡിനറി കോർട്ട് ഓഫ് ലോന്റെ മുന്നിൽ വേണം പോവാൻ. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. ഈ കാരണം കൊണ്ടാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ പഠിച്ചൊരു ഡ്രോയിഡ് അഡ്മിനിസ്ട്രാറ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. അതെന്താന്ന് ഞാൻ പറയാം, പക്ഷെ ഈ നോട്ട് ചെയ്ത് വെക്കാം. ഇതിന്റെ ഐഡിയ എന്താന്ന് വെച്ചാൽ ആരായാലും ഒരു കോടതിയുടെ മുന്നിൽ വേണം പോകാൻ വേണ്ടിയിട്ട്, ഒരു നിയമത്തിന് മുന്നിൽ വേണം പോകാൻ വേണ്ടിയിട്ട് എന്നാണ് ഡൈസി പറയുന്നത്. അങ്ങനെ പോയാൽ അവിടെ ഇക്വാലിറ്റി ബിഫോർ ലോ ഉണ്ടാവുള്ളൂ എന്നാണ് ഡൈസിയുടെ സെക്കൻഡ് കോൺസെപ്റ്റ്. ഡൈസി വീണ്ടും പറയുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ ആളുകൾ പാസ് ചെയ്ത നിയമത്തിന്റെ പരിധിയിൽ വേണം ഇവരെല്ലാം വരേണ്ടത് എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, സുപ്രീമസി ഓഫ് ലോ, ഡിസ്ക്രിഷണറി പവർ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്, ഈക്വാലിറ്റി ബിഫോർ ലോ ആവണം എല്ലാവരും. അതായത് ആർക്കും സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും ഒരേ കോടതിയുടെ മുന്നിൽ വേണം എല്ലാവരും, ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരേ കോടതിയുടെ മുന്നിൽ വേണം വരാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഓർഡിനറി ആയിട്ട് നമ്മൾ എല്ലാവരും
ട്രീറ്റ് ചെയ്യുന്ന എല്ലാരെയും ഹാൻഡിൽ ചെയ്യുന്ന ലെജിസ്ലേറ്റീവ് ലോ ഉണ്ടല്ലോ, ആ ലോ പാസ് ചെയ്തിരിക്കുന്ന ഒരേ ഓർഡിനറി ലെജിസ്ലേറ്റീവ് ഓർഗനും ആയിരിക്കണം. അങ്ങനെ ഈ മൂന്ന് ലോ നിയമം ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷൻ സെയിം ആയിരിക്കണം. ഇവരെല്ലാവരും ഒരേ കോടതിക്ക് മുന്നിലാണ് വരേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഒരു തരത്തിലുള്ള സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടാവാൻ പാടില്ല. ഇത്രയും 3 കാര്യങ്ങൾ ഉണ്ടായ ഡൈസി പറയുന്നത് ഇത് ഇക്വാലിറ്റി ബിഫോർ ലോ ആണ്. ഇത് പറയാൻ കാരണം ഡൈസി ഇതിനെ കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമായിട്ടാണ്. ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഒരു ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസും സെറ്റ് ഓഫ് കോടതികളും ഉണ്ടായി. അപ്പം നമ്മൾ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലുമായിട്ട് ഒരു നോർമൽ പേഴ്സണിന് എന്തെങ്കിലും കോൺഫ്ലിക്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് നോർമൽ കോടതിയിൽ പോകാൻ പറ്റില്ല. അയാൾ നേരെ ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രകാരമുള്ള കോൺസിലിയേറ്റ് ആക്ടിൽ വേണം പോവാൻ വേണ്ടിയിട്ട്. അതാണ് ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഒരു സ്പെസിഫിക് സിസ്റ്റം. അപ്പം ഡൈസി പറയുന്നത് ഈ ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഉള്ളത് കൊണ്ട് ശരിക്കും ഫ്രാൻസിൽ റൂൾ ഓഫ് ലോ ഇല്ല. കാരണം എന്താ, റൂൾ ഓഫ് ലോ പ്രകാരം എല്ലാവരും ഒരേ കോടതിക്ക് മുന്നിൽ വേണം, ഒരേ ലോ വേണം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഡൈസി പറയുന്നത്. പക്ഷെ ഫ്രാൻസിൽ ഇതില്ല. അപ്പം ഡൈസി പറയാണ് ഫ്രാൻസിൽ ശരിക്കും റൂൾ ഓഫ് ലോ ഇല്ല എന്ന് പറഞ്ഞൊരു ക്രിറ്റിസിസം ഡൈസിന്റെ ഭാഗത്തുണ്ട്. ഇതല്ലാണ്ട് ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓർത്ത് വെക്കേണ്ട ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡൈസിയുടെ റൂൾ ഓഫ് ലോയിൽ ഇക്വാലിറ്റി ബിഫോർ ലോയിൽ വരുന്നൊരു കോൺസെപ്റ്റ് ആണ് എന്ന് മാത്രം ഓർത്ത് വെക്കുക നിലവിൽ. മൂന്നാമതായത് ഡൈസി പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ് ആണ്. ഇത് നമ്മുടെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. ഇത് എന്താന്ന് വെച്ചാൽ നമ്മള് കോടതി ഇറ്റ് എംഫസൈസ് ദാറ്റ് എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പേഴ്സണൽ ഫ്രീഡംസും ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വെക്കുന്ന സമയത്ത് കോടതി ജനറലി ഇതിനെ നോർമൽ ആയിട്ട് ഇതിനൊരു പ്രിഡോമിനന്റ് ആയിട്ട് ഒരു പോസിറ്റീവ് ആസ്പെക്ടിൽ വേണം കാണാൻ വേണ്ടിയിട്ട്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആക്ച്വലി ഈ ഒരു പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് എവിടെ എഴുതപ്പെട്ടിട്ടില്ല ഇവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം എന്ന്. അഗെയിൻ ഡൈസി വരുന്നത് ഒരു ബ്രിട്ടീഷ് ഇറയിൽ നിന്നാണ് ഡൈസി വരുന്നത്. അപ്പം ഡൈസിയുടെ ഈ റൂൾ ഓഫ് ലോ പലപ്പോഴും ഇംഗ്ലീഷ് ജൂറിസ്പ്രുഡൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ ഇംഗ്ലണ്ടിലെ ആ സമയത്തുള്ള ലീഗൽ എൻവയോൺമെന്റ് വെച്ചിട്ടാണ് ഡൈസിയുടെ റൂൾ ഓഫ് ലോ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ടാണ് ഡൈസിയുടെ റൂൾ ഓഫ് ലോന്റെ ഡിസ്കഷനിൽ സുപ്രീമസി ഓഫ് ലോയും അതേപോലെ തന്നെ ഈ പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ് ഉണ്ട് എന്ന് പറയാം. കാരണം ഈ പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ് ബേസിക് ആയിട്ട് പറയുന്ന വെച്ചാൽ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും അതിൽ ഒരു ഫെയർനെസ് വേണം, അതിന് ഒരു ലീഗൽ ഫെയർനെസ് വേണം എന്ന് മാത്രമേ പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ് പറയുന്നത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡൈസി വർക്ക് ചെയ്തത് ഇംഗ്ലണ്ടിലായതുകൊണ്ടും അവിടെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എവിടെ എഴുതി വെച്ചിട്ടില്ല ഈ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. അത് പക്ഷെ എന്നാലും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് ലീഗൽ സ്പിരിറ്റ് എന്നാണ് ഡൈസി പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കോൺസെപ്റ്റ് പ്രിഡോമിനന്റ് ഓഫ് ലീഗൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഡൈസി ഇവോൾവ് ചെയ്യാൻ കാരണം ഫോർ ഡൈസി there is no written rights because he is working with an English constitution which is an unwritten constitution at the end of the day. അപ്പൊ ഈ 3 കാര്യങ്ങളുമാണ് ഡൈസി പറയുന്ന റൂൾ ഓഫ് ലോ വേണം. ഈ ഡൈസി പറയുന്നത് എന്ത് അഡ്ജുഡിക്കേറ്ററി മെക്കാനിസം ഉണ്ടെങ്കിലും അത് റൂൾ ഓഫ് ലോന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അഡ്ജുഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റൂൾ ഓഫ് ലോ ആവണമെങ്കിൽ 3 കാര്യങ്ങളാണ് നിലവിൽ വേണ്ടത്. ഒന്ന്, there should be a predominance of legal spirit, then there should be there should be an equality before law and then also a supremacy of law. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഡൈസിയുടെ അടിസ്ഥാനത്തിൽ റൂൾ ഓഫ് ലോ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഈ ഡൈസിയുടെ റൂൾ ഓഫ് ലോ ആണ് നമ്മൾ പഠിക്കുന്ന ഐഡിയ ഓഫ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഡൈസിയുടെ കോൺസെപ്റ്റിന് ഒരുപാട് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടായിട്ടുണ്ട്. പലരും ഇതിനെ അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ടച്ച് സ്റ്റോൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര എഫക്റ്റീവായ എഫിഷ്യന്റ് ആയിട്ട് മെക്കാനിസം ആണ്. അതേപോലെ തന്നെ ഈ സുപ്രീമസി ഓഫ് ലോ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ എല്ലാ ആർബിട്രറിനെസിനും അൺഫിറ്റഡ് ആയിട്ടുള്ള അൺചെക്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിഷണറി പവറിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ
പലരും ഇതിനെ മെറിറ്റ് ആയിട്ട് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള മേജർ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഡൈസി ഇവോൾവ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, ഇത് പ്രിഡോമിനന്റ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് ജൂറിസ്പ്രുഡൻസിൽ നിന്ന് ഇവോൾവ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിലെവിടെയും നമുക്ക് ലാർജ്ലി ഒരു ബാക്കി റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻസിന് ബാക്കി കാര്യങ്ങളുടെ ഒരു എംഫസൈസ് വരുന്നില്ല. പിന്നെ ഡൈസി പറഞ്ഞു സുപ്രീമസി ഓഫ് ലോ ആണ് വേണം. സുപ്രീമസി ഓഫ് ലോ ഡൈസി കാണുന്ന സുപ്രീമസി ഓഫ് ലോ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആയിട്ട് ഒരു തരത്തിലും ഡിസ്ക്രിഷണറി പവർ പാടില്ല എന്നാണ്. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് റിയലി പോസിബിൾ. കാരണം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഒരു സക്സസ് ആയിട്ട് പറയണത് എന്താ, അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ സക്സസ്ഫുൾ ആവണമെങ്കിൽ അവിടെ ഒരു ആർബിട്രറി പവറും സ്കോപ്പ് വേണം. ആ ആർബിട്രറി പവർ നിങ്ങൾ ഫെയർ ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഡിസ്ക്രിഷണറി പവർ ഇല്ലെങ്കിൽ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോ കൊണ്ട് ഒരു ഗുണവും ഇല്ല. നിങ്ങൾ ഈ OBC സർട്ടിഫിക്കറ്റിന് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് തരണോ വേണ്ടയോ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ആ ഡിസിഷൻ നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് പറയാം, ഇന്ന കാര്യം, ദീസ് ആർ ദി ചെക്ക് പോയിന്റ്സ്. ഈ ചെക്ക് പോയിന്റ്സ് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട എന്ന് പറയാം. അതല്ലാണ്ട് അവിടെ ഒരു തീരെ ഒരു ആർബിട്രറി ഒരു തരത്തിലും ഡിസ്ക്രിഷണറി പവർ ഇല്ലെങ്കിൽ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ആവശ്യമില്ല. സോ when you say that there should not be an administrative power, any discretion in the end of the day, that is an question against, that's an argument against administrative law. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ഈക്വൽ ലോന്റെ മുന്നിൽ വരണം എന്ന് പറയുന്ന ഒരു ഇക്വാലിറ്റി ബിഫോർ ലോ പറഞ്ഞല്ലോ, എല്ലാവരും ഒരേ കോടതിക്ക് മുന്നിൽ ഒരേ ലോന്റെ മുന്നിൽ വരണം എന്ന് പറയുന്നില്ലേ, ദാറ്റ് ഇസ് ഓൾസോ നോട്ട് റിയലി പോസിബിൾ. പിന്നെ പ്രസിഡന്റിന് പ്രിവിലേജസ് ഇല്ലേ, ഗവർണറിന് പ്രിവിലേജസ് ഇല്ലേ, ഇലക്ടഡ് മെമ്പേഴ്സിന് പ്രിവിലേജസ് ഇല്ലേ, അപ്പൊ അതും ഇറ്റ്സ് നോട്ട് റിയലി പോസിബിൾ. അതുപോലെ തന്നെ നമ്മൾ ഡൈസി പറഞ്ഞിരിക്കുന്ന തേർഡ് മീനിങ് ദാറ്റ് ഇറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് ജുഡീഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നതും സ്പെസിഫിക്കലി ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളും ഡൈസി good thing that you have established all this, but it is not really always പോസിബിൾ മെക്കാനിസം എന്നാണ് ഡൈസിയുടെ ക്രിറ്റിസിസം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റ് അഡ്ജുഡിക്കേഷൻ ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ നടത്തുമ്പോൾ റൂൾ ഓഫ് ലോയിൽ ബേസിൽ വേണം നടത്താൻ വേണ്ടിയിട്ട്. റൂൾ ഓഫ് ലോന്റെ പ്രിൻസിപ്പിൾ ഇലോബറേറ്റ് ചെയ്തിരിക്കുന്ന ഡൈസിയാണ്. 3 കാര്യങ്ങളാണ് റൂൾ ഓഫ് ലോയിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സുപ്രീമസി ഓഫ് ലോ, ഇക്വാലിറ്റി ബിഫോർ ലോ, പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റ്. ഈ പ്രിഡോമിനൻസ് ഓഫ് ലീഗൽ സ്പിരിറ്റും അതുപോലെ തന്നെ സുപ്രീമസി ഓഫ് ലോയുടെയും ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ട് അല്ലെങ്കിൽ കൗണ്ടർ ആയി ആക്ച്വലി ഡൈസി ഇതിന് ഈ ഇക്വാലിറ്റി ബിഫോർ ലോ ഇമ്പോർട്ടന്റ് ആണ്. ആർക്കും എല്ലാവരും ഓർഡിനറി കോടതിയുടെ മുന്നിൽ പോരണം, എല്ലാവർക്കും ഒരേ ലോ വേണം എന്നൊക്കെ പറയാൻ കാരണം ഈ ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സിസ്റ്റമാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഫ്രാൻസില് ആളുകൾക്ക് 2 തരത്തിലുള്ള സിറ്റിസൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓർഡിനറി സിറ്റിസൺസും ഗവൺമെന്റ് ഒഫീഷ്യൽസും. ഓർഡിനറി സിറ്റിസൺസിന് ഒരു സെറ്റ് ഓഫ് റൂൾസും അവർക്ക് ഒരു സെറ്റ് ഓഫ് കോടതികളും. ഓൺ ദ കോൺട്രറി ഈ അഡ്മിനിസ്ട്രേറ്റീവ് പരിപാടികൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻസ് നടത്തുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഉണ്ടല്ലോ, അവർക്ക് വേറെ സെറ്റ് ഓഫ് ലോസും വേറെ സെറ്റ് ഓഫ് കോടതിയും. ഈ 2 ഡിവിഷൻ ബിറ്റ്വീൻ ഓർഡിനറി ലോ, ഓർഡിനറി പീപ്പിൾ ആൻഡ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയാണ് നമ്മൾ വിളിക്കുന്ന, ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പൊ ഈ ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞ സിസ്റ്റം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പീരീഡിലാണ് ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് വന്നിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞ സാധനം വളരെ ക്ലിയർ ആണ്. ഓർഡിനറി സിറ്റിസൺസ് വേറെ, ഗവൺമെന്റ് ഒഫീഷ്യൽസ് വേറെ, അവർക്ക് ഡിഫറെന്റ് സെറ്റ് ഓഫ് ലോ ഉണ്ട്, അവർക്ക് ഡിഫറെന്റ് സെറ്റ് ഓഫ് കോടതികളും ആണുള്ളത്. അപ്പൊ ഈ പറയുന്ന ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഈ കൗൺസിൽ ഡിയറ്റാറ്റ് എന്ന് പറയുന്ന ഈ കൗൺസിൽ ഡിയറ്റാറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കുക ചെയ്യുന്നത്. അത് ആരാ ഉണ്ടാവുക? അതിൽ നോർമലി ഇറ്റ് കമ്പാസസ് ഓഫ് സിവിൽ സർവൻസ്, അതേപോലെ തന്നെ ഓഫ് വേരിയസ് മാറ്റേഴ്സ്. അവർ നടത്തുന്ന റോങ്ഫുൾ ആക്ട് ആവാം, അവരുടെ ഇൻകം ടാക്സ് പ്രശ്നങ്ങളാവാം, പെൻഷൻ ഡിസ്പ്യൂട്ട്സ് ആവാം, ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് ആവാം, അങ്ങനെ അവരുമായിട്ട് റോങ്ഫുൾ സസ്പെൻഷൻ ഇതെല്ലാം നോക്കുന്ന ഒരു സ്പെസിഫിക് വിങ് ആണ് കൗൺസിൽ ഡിയറ്റാറ്റ്. അപ്പം ഈ കൗൺസിൽ ഡിയറ്റാറ്റിൽ അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഓർഡർ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മളൊരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രകാരം നമുക്ക് നോർമൽ കോടതിയിൽ പോകാൻ പറ്റില്ല. നമ്മൾ നേരെ കൗൺസിൽ ഡിയറ്റാറ്റിന്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. അവിടെ സ്പെഷ്യൽ ലോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നോർമലി കൗൺസിൽ ഡിയറ്റാറ്റ് അവര് നോർമലായിട്ട് നിൽക്കുന്ന റൂൾ ചെയ്യുന്ന നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും എറർ ഓഫ് ലോ ഉണ്ടായിട്ടുണ്ടോ, ജൂറിസ്ഡിക്ഷൻ ഇറഗുലാരിറ്റി ഉണ്ടായിട്ടുണ്ടോ, പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയാണ് നോർമലി അവർ നോക്കുന്നത്. 1 സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ച്വലി ഡയസിക്ക് വലിയ പ്രശ്നമാണ്. ഡയസി പറഞ്ഞു ഈ ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ശരിക്കും റൂൾ ഓഫ് ലോന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഡയസി ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ടാവുന്ന സമയത്ത് സ്റ്റേറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ലിറ്റിഗേഷൻ മാറ്റേഴ്സും ഡൈസ് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് വരുമ്പോൾ രണ്ടിലും രണ്ട് സെപ്പറേറ്റ് ജൂറിസ്ഡിക്ഷൻ ആയി. ഇപ്പൊ രണ്ടും നോക്കുന്നത് രണ്ട് ഡിഫറെന്റ് വിങ് ഓഫ് ആളുകൾ. ഓർഡിനറി കോടതിക്ക് മുന്നിൽ പോകാൻ പറ്റില്ല, സ്പെഷ്യൽ കോടതിയിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോസും സ്പെഷ്യൽ ലോസ് ആയിരിക്കും. നമ്മൾ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നമ്മുടെ മുന്നിലുണ്ട്. ശരിക്കും KAT-യുമായിട്ട് നമുക്ക് ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ മൊത്തം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഒരേ ലോന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആയിട്ട് പോകുമ്പോൾ ഈ ലോ ഇവിടെ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ പുതിയ ലോ ഉണ്ടാക്കി വന്ന് ആരും അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയിൽ പറയില്ല. പക്ഷെ ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവിൽ അങ്ങനെയല്ല. ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രകാരം അവിടെ സ്പെഷ്യൽ ലോസ്, ഇതിനു വേണ്ടി സ്പെഷ്യൽ ലോസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇപ്പം ആ ലോസ് ഗവേൺ ചെയ്യുന്ന, ആ റൂള് ഗവേൺ ചെയ്യുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കോടതികൾ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ലോ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ഓർഡിനറി കോടതിയും അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയുടെ ജൂറിസ്ഡിക്ഷനുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് തീരുമാനിക്കുന്നതും ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കോടതി ആയിരിക്കും. അപ്പം പ്രിഡോമിനന്റ് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കോടതികൾക്ക്, അതായത് ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതികൾക്ക് ഒരു പ്രിഡോമിനൻസ് ഉണ്ട് എന്നാണ് ഉള്ളതാണ്. അപ്പൊ ഇതിന് മുകളിൽ ഡൈസി പറയുന്നത് ഇങ്ങനെ രണ്ട് ഗവർണർക്കും ഇങ്ങനെ രണ്ട് സാധനം ചെയ്യുന്നത് ഇക്വാലിറ്റി അല്ല. ആളുകൾക്ക് നോർമലി നമുക്കൊരു സ്പെഷ്യൽ സെറ്റ് ഓഫ് പ്രിവിലേജും മറ്റും കൊടുക്കുന്നത് ഒരു നമ്മൾ ഡൈസിയുടെ റൂൾ ഓഫ് ലോന്റെ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ഇക്വാലിറ്റി ബിഫോർ ലോ, ആ പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രാൻസിൽ നടക്കുന്ന ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന സിസ്റ്റം ആക്ച്വലി ഇക്വാലിറ്റി ഓഫ് ലോക്ക് എഗെയിൻസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡൈസി. ഇതാണ് ഫസ്റ്റ് തിങ്. ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവിനെ കുറിച്ച് എന്ത് ചോദ്യം വന്നാലും മനസ്സിലാക്കുന്നത് ഡൈസിയുടെ റൂൾ ഓഫ് ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണം ഈ സാധനം എഴുതാൻ വേണ്ടിയിട്ട്. കോൺസെപ്റ്റ് is just this. Okay, so that is Droit administrative. അപ്പം ഇന്ത്യയിൽ റൂൾ ഓഫ് ലോ ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ റൂൾ ഓഫ് ലോ ഇസ് എ ഇൻഗ്രീൻഡ് കോൺസെപ്റ്റ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നമ്മൾ ഇൻഗ്രീൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റൂൾ ഓഫ് ലോ. നമ്മുടെ ADM ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ല ഹേബിയസ് കോർപ്പസ് കേസ് എന്ന് പറയുന്ന കേസിൽ നമ്മൾ ഇറ്റ് വാസ് the case was based on the idea that ഈ പ്രിൻസിപ്പിൾ ഓഫ് റൂൾ ഓഫ് ലോനെ നമ്മൾ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ADM ജബൽപൂർ വേഴ്സസ് ശിവകാന്ത് ശുക്ലയുടെ കേസ് വന്നത്. അതിനുശേഷം ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ്നാരായണന്റെ കേസിലും ഈ ബേസിക് സ്ട്രക്ചർ റൂൾ ഓഫ് ലോ ബേസിക് സ്ട്രക്ചർ ആണെന്നും അതിനുശേഷം കേശവാനന്ദ ഭാരതിയുടെ കേസിലടക്കം റൂൾ ഓഫ് ലോ ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം റൂൾ ഓഫ് ലോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പല ഏരിയകളിൽ നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രിയാമ്പിളിൽ ഐഡിയാസ് ഓഫ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡൈസി പറഞ്ഞ റൂൾ ഓഫ് ലോ തന്നെയാണ്. അതല്ലാണ്ട് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന സമയത്തും റൂൾ ഓഫ് ലോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇന്ത്യയിൽ സുപ്രീമസി ഓഫ് ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതും നമ്മുടെ റൂൾ ഓഫ് ലോനെ കാണിക്കുന്ന ഒരു മെത്തഡോളജിയാണ്. ഡോക്ട്രിൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഐഡിയ ഇസ് ദാറ്റ് എന്ത് ഡിസിഷനും ഇന്ത്യയിൽ എടുത്ത എന്ത് ഡിസിഷനും കോടതികൾക്ക് മുന്നിൽ റിവ്യൂ ചെയ്യപ്പെടും. ദ ഐഡിയ ദാറ്റ് ജുഡീഷ്യൽ റിവ്യൂ ഇസ് എ ബേസിക് സ്ട്രക്ചർ. ആർക്കും ജുഡീഷ്യൽ റിവ്യൂ എടുത്തു കളയാൻ അവകാശമില്ല. നമ്മുടെ ജുഡീഷ്യൽ റിവ്യൂ ഇസ് എ ബേസിക് സ്ട്രക്ചർ എന്ന് നമ്മൾ കേശവാനന്ദ ഭാരതി കേസിൽ കണ്ടിട്ടുള്ളതാണ്.
അപ്പം ആ ഐഡിയ ആണ് ഡോക്ടർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൂൾ ഓഫ് ലോയിലെ തന്നെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. സോ ദ ഐഡിയ ഇപ്പൊ അതേപോലെ തന്നെ നമ്മൾ ആരുടെയും ലൈഫ് നമ്മൾ ആർട്ടിക്കിൾ 21 പ്രകാരം നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നില്ലേ, അതും റൂൾ ഓഫ് ലോ ആ പറയുന്നത്. നിങ്ങൾക്ക് ആരുടെയും ലൈഫ് എടുത്ത് കളയണമെങ്കിൽ അതിനൊരു ലോ വേണം. ആ ലോ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ആയിരിക്കണം. അത് AK ഗോപാലിന്റെ കേസിൽ പറഞ്ഞു അത് ജസ്റ്റ് ഒരു പ്രൊസീജിയർ ഉണ്ടായാൽ മതിയെന്ന്. പക്ഷെ പിന്നീട് മേനകാഗാന്ധി കേസിൽ വന്ന സമയത്ത് പറഞ്ഞു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ വെറും പ്രൊസീജിയർ ആയപ്പോൾ ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ഫെയർ ആൻഡ് റീസണബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കുന്ന സമയത്ത് റൂൾ ഓഫ് ലോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ പ്രിയാമ്പിളിലും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കോൺസെപ്റ്റ്സിലും നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനിലും അതിനുശേഷം ആർട്ടിക്കിൾ 21 പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്നുള്ള കോൺസെപ്റ്റും അതുപോലെ തന്നെ നമുക്ക് ബാക്കി സ്റ്റേറ്റിന് മേക്കിംഗ് സ്റ്റേറ്റ് ലയബിൾ ഫോർ ഇറ്റ്സ് ആക്ഷൻ, നമ്മൾ ടോഷ്യസും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സിലും നമ്മൾ സ്റ്റേറ്റിന് ലയബിൾ ആക്കുന്നതെല്ലാം തന്നെ ഇന്ത്യയിൽ റൂൾ ഓഫ് ലോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലി ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഐഡിയ ആണ്. സോ ദ ഐഡിയ ഇസ് ദാറ്റ് റൂൾ ഓഫ് ലോ, ഡൈസിയുടെ റൂൾ ഓഫ് ലോ 3 കോൺസെപ്റ്റ്സ് ഉണ്ട് ഡൈസിയുടെ റൂൾ ഓഫ് ലോയില്. ഡൈസിയുടെ റൂൾ ഓഫ് ലോയിന്റെ ഒപ്പോസ് ചെയ്ത് വന്നൊരു കോൺസെപ്റ്റ് ആണ് ഒരു ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്. ആ ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഡൈസി പറഞ്ഞത് ഫ്രാൻസിൽ റൂൾ ഓഫ് ലോ ഇല്ല എന്നാണ്. നമ്മൾ പിന്നീട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അടക്കം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിൽ ഒരു ലാർജർ സെറ്റ് ഓഫ് റൂൾ ഓഫ് ലോ പ്രൊവിഷൻസ് എനേബിൾ ആണ് എന്നാണ്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ഐഡിയ ഓഫ് റൂൾ ഓഫ് ലോ. അപ്പം ഈ റൂൾ ഓഫ് ലോയിനെ നമ്മൾ പിന്നീട് കാണാൻ പോകുന്ന അടുത്ത സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ ആണ്. അപ്പം നമ്മളിപ്പോ നോക്കിയ ഫസ്റ്റ് കോൺസെപ്റ്റ് ജസ്റ്റ് ടു റീകോൾ, അഡ്മിനിസ്ട്രേറ്റീവ് ലോന് ഡെഫിനിഷൻ നോക്കി, ഗ്രോത്ത് നോക്കി, റൂൾ ഓഫ് ലോ എന്താന്ന് നോക്കി. ഈ റൂൾ ഓഫ് ലോയും അഡ്മിനിസ്ട്രേഷൻ ലോന്റെ ഗ്രോത്തും ഒക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ബിക്കോസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഇതൊന്നും ഒഴിവാക്കി എവിടെയും കാണില്ല. Now, the next concept that we are going to look at is called as doctrine of separation of power. This is Montesquieu's സ്പിരിറ്റ് ഓഫ് ദി ലോ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് മോണ്ടസ്ക്യൂവിന്റെ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് ലോ ആണ് ഇതിന്റെ അടിസ്ഥാനം. ദ ഐഡിയ ഇസ് വെരി സിമ്പിൾ. ദ ഐഡിയ സ്പെസിഫിക്കലി സീസ് ദാറ്റ് എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഹാസ് ഡിഫറെന്റ് സെറ്റ് ഓഫ് rules, regulations and functions. Each of them are separate from itself and each of them should not interfere into the powers and functions of other. അതാണ് ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക്, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇത് 3 സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതിന്റെ സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പാക്ട് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് സെപ്പറേഷൻ ഓഫ് പവർ. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ വരുന്ന സമയത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ സെപ്പറേഷൻ ഓഫ് പവർ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഗ്രോത്തിന് വേണ്ടി കളിച്ച ഏറ്റവും വലിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിലെ മുന്നിലേക്ക് ഒരു കേസ് വരുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് അവിടെ സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ടാവണം. അതായത് ഇത് അഡ്ജുഡിക്കേറ്ററി ഡിസിഷൻ ആണോ, ഇതിപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിക്ക് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻ ആണോ, അതോ ഇത് വേറെ ഏതെങ്കിലും ബോഡി, ലെജിസ്ലേറ്റീവ് ബോഡിയിൽ പോകേണ്ട ഡിസിഷൻ ആണോ എന്നുള്ള സെപ്പറേറ്റ് ഒരു സ്പെസിഫിക് സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ടാവണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് സെപ്പറേഷൻ ഓഫ് പവർ. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോയില് സെപ്പറേഷൻ ഓഫ് പവർ സിഗ്നിഫൈ ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് ഒരേ പേഴ്സൺ ഒന്നിലധികം ഓർഗൻസിന്റെ പാർട്ട് ആവാൻ പാടില്ല എന്ന് വെച്ചാൽ ഞാനിപ്പം എക്സിക്യൂട്ടീവ് വിങ്ങിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ജുഡീഷ്യൽ വിങ്ങിൽ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ അതായത് ഞാൻ ജഡ്ജും ആവരുത് കളക്ടറും ആവരുത്. രണ്ടും സെപ്പറേറ്റ് വിങ്ങാ. ആ 2 സെപ്പറേറ്റ് വിങ്ങുകളിൽ സെപ്പറേഷൻ ഉണ്ടാവണം. നോ വൺ സെയിം പേഴ്സൺ ഷുഡ് ബി എ മെമ്പർ ഓഫ് മോർ ദാൻ one of the wings of the government. 2, ഒരു ഓർഗൻ മറ്റൊരു ഓർഗന്റെ ഫംഗ്ഷന്റെ മുകളിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അവരുടെ ഫംഗ്ഷൻ എന്താണ് എന്ന് മാത്രം പറഞ്ഞ് അവർക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ഫംഗ്ഷൻസ് ചെയ്ത് വെക്കാം. പക്ഷെ ഇതിനെല്ലാം എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ എക്സെപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ബേസിക് കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. അപ്പം ഒരു ഫംഗ്ഷൻസും
ഒരു ഓർഗനും മറ്റൊരു ഓർഗന്റെ മുകളിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഓർഗനും മറ്റൊരു ഓർഗൻ അസൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ചെയ്യാൻ പാടില്ല. ഇപ്പം ലോ മേക്കിംഗ് പവർ ആരാണ് എപ്പോഴും ചെയ്യേണ്ടത്? ആരായിരിക്കും? ലോ മേക്കിംഗ് പവർ ലെജിസ്ലേറ്റീവിന്റെ ആണ്. ഒരിക്കലും എക്സിക്യൂട്ടീവിനോ ജുഡീഷ്യറിക്കോ ലോ മേക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് സെപ്പറേഷൻ ഓഫ് പവർ പറയുന്നത്. പക്ഷെ ഇത് ഇന്ത്യയിൽ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെപ്പറേഷൻ ഓഫ് പവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷനിൽ 3 വിങ്ങുകളുണ്ട്. ആ വിങ്ങുകൾക്ക് ഓൾറെഡി പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ വിങ്ങുകളുടെ പവേഴ്സ് അവര് സ്വയം ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ആൻഡ് ബാലൻസ് മാത്രമേ പോസിബിൾ ഉള്ളൂ. അല്ലാണ്ട് ഇന്റർഫെയർ ചെയ്യാൻ പാടില്ല, ഫങ്ഷൻസ് എക്സസൈസ് ചെയ്യാൻ പാടില്ല, പാർട്ട് ആവാൻ പാടില്ല എന്നാണ് സെപ്പറേഷൻ ഓഫ് പവർ പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു സ്ട്രിക്ട് സെൻസ് ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ യുഎസിനെ പോലെ ഇല്ല. കാരണം ഇന്ത്യക്ക് പലപ്പോഴും പല ഓർഗൻസ്, ഫോർ എക്സാമ്പിൾ ജുഡീഷ്യറി ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ജുഡീഷ്യറി നോർമലി ഡിസിഷൻ മേക്കിംഗ് പവർ ആണ് ജുഡീഷ്യറിക്കുള്ള. ആരെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കേസിന്റെ മുകളിൽ അഡ്ജുഡിക്കേറ്ററി പവർ മാത്രമേ ജുഡീഷ്യറിക്കുള്ളൂ. ജുഡീഷ്യറിക്ക് ഒരിക്കലും റൂൾ മേക്കിംഗ് പവർ ഇല്ല. പക്ഷെ ജുഡീഷ്യറി റൂൾ മേക്ക് ചെയ്തിട്ടില്ലേ? വൈശാഖ കേസിൽ റൂൾ മേക്ക് ചെയ്തിട്ടുണ്ട്. മുരളി എസ് ജോറിന്റെ സമയത്ത് പബ്ലിക് സ്പോക്കിംഗ് ബാൻ ചെയ്തിട്ടുണ്ട് ജുഡീഷ്യറി. അതേപോലെ തന്നെ പല കേസിൽ നമ്മൾ ജുഡീഷ്യറി ഈ ഒരു റൂൾ മേക്കിംഗ് നടത്തിയിട്ടുണ്ട്. അല്ലാണ്ട് തന്നെ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ഇല്ലേ, നമ്മളെ ജുഡീഷ്യൽ സർവീസ് എക്സാമിൻ ടെസ്റ്റ്, അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനാ, ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷനാ. അതും ജുഡീഷ്യറി ചെയ്യുന്നില്ലേ? അപ്പം സ്ട്രിക്ട് സെൻസിൽ നമുക്ക് ഒരു തരത്തിലുള്ള സെപ്പറേഷൻ ഓഫ് പവർ നോർമലി നമുക്ക് കാണാൻ സാധിക്കില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. കേശവാനന്ദ ഭാരതി കേസിൽ പറയുന്നത് ബേസിക് സ്ട്രക്ചറിന്റെ പാർട്ടാണ് സെപ്പറേഷൻ ഓഫ് പവർ എന്നാണെങ്കിൽ പോലും പലപ്പോഴും സ്ട്രിക്ട് സെൻസ് നമ്മൾ യുഎസിൽ കാണുന്ന സ്ട്രിക്ട് സെൻസിലുള്ള സെപ്പറേഷൻ ഓഫ് പവർ ഇന്ത്യയിൽ ഇല്ല. കാരണം ഇപ്പൊ എക്സിക്യൂട്ടീവ് പവർ ഉള്ള പ്രസിഡന്റ്, പാർഡണിങ് പവർ ഉണ്ട് പ്രസിഡന്റിന്, അത് ജുഡീഷ്യൽ ഫംഗ്ഷനാ. അതായത് നമ്മൾ ആരെങ്കിലും നമ്മള് ജയിലിൽ കിടക്കുന്ന ഒരാളുടെ ഇയർ കമ്മ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടേം കമ്മ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ള പവർ ശരിക്കും പ്രസിഡന്റ് ഉണ്ട്. പക്ഷെ പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് വിങ്ങിലുള്ള ആളാണ്, പക്ഷെ ചെയ്യുന്നത് ജുഡീഷ്യൽ പവറാണ്. അങ്ങനെ വൈസ് വേഴ്സ നമ്മൾ പല സ്ഥലങ്ങളിലും ഈ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സോ ഒരു സ്ട്രിക്ട് സെൻസിൽ സെപ്പറേഷൻ ഓഫ് പവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടെങ്കിലും സ്ട്രിക്ട് സെൻസ് നമുക്കതിനെ കാണാൻ സാധിക്കത്തില്ല. ദാറ്റ് ഇസ് ദി ഫസ്റ്റ് തിങ് ടു റിമെമ്പർ. ഡോക്ടർ സെപ്പറേഷൻ പവർ ഇതാണ്. ഒരു വിങ്ങും മറ്റൊരു വിങ്ങിന്റെ പവേഴ്സും ഫങ്ഷൻസ് ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. യുഎസിൽ നമുക്ക് കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ യുഎസിൽ സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫെയർ ചെയ്യില്ല. ഓൺ ദ കോൺട്രറി ഇന്ത്യയിൽ ഒരു സ്ട്രിക്ട് സെൻസ് ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ ഇല്ല. കാരണം പലപ്പോഴും ഇപ്പൊ നമ്മൾ എക്സിക്യൂട്ടീവ് വിങ് ചിലപ്പം ജുഡീഷ്യൽ ഡിസിഷൻസ് എടുക്കാറുണ്ട്, ജുഡീഷ്യറി ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ചെയ്യാറുണ്ട്. പ്രൊവൈഡഡ് ഇതെല്ലാം ഒരു ചെക്ക് ആൻഡ് ബാലൻസിൽ പോകണം. നമുക്ക് ഒരിക്കലും ഒബ്വിയസ്ലി ജുഡീഷ്യറിക്ക് ഒരിക്കലും പുതിയൊരു നിയമം ഉണ്ടാക്കിക്കോളാം എന്ന് വെച്ചിട്ട് നിയമം ഉണ്ടാക്കിക്കളയാൻ പറ്റില്ല. അവരുടെ മുന്നിൽ വന്നൊരു കേസിന് മാത്രമേ അവർക്ക് വിധി ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് റെട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ജുഡീഷ്യറിയിൽ. പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പലപ്പോഴും ജുഡീഷ്യറിയിൽ പോസിബിൾ അല്ല. അത് നമ്മൾ ഓർത്തിരിക്കണം. സോ ദിസ് ഇസ് ദി ഐഡിയ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ. അപ്പൊ നമ്മള് ഫസ്റ്റ് വൺ റൂൾ ഓഫ് ലോ, സെക്കൻഡ് വൺ സെപ്പറേഷൻ ഓഫ് പവർ, മൂന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് ആണ്. അപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന അഡ്ജുഡിക്കേറ്ററി ഫംഗ്ഷനിൽ വരുന്ന ഒരു കാര്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ. നമ്മൾ കോടതികൾ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ്. അപ്പം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ സെപ്പറേഷൻ ഓഫ് പവറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് ഉള്ളത്? ഒന്ന്, അഡ്മിനിസ്ട്രേഷന് ലെജിസ്ലേറ്റീവ് പവർ ഉണ്ട്, ക്വാസി ലെജിസ്ലേറ്റീവ് പവർ എന്ന് നമ്മൾ പറയും. റൂൾ മേക്കിംഗ് പവറുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസിനുണ്ട്. അതേപോലെ നമ്മൾ അഡ്ജുഡിക്കേറ്ററി പവർ, ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട്. അപ്പൊ നമ്മൾ OBC സർട്ടിഫിക്കറ്റ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ OBC സർട്ടിഫിക്കറ്റിന്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ആണ്. അതേപോലെ തന്നെ നമ്മൾ വീടിന് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാൻ അപ്രൂവ് ചെയ്ത് തരണം കോർപ്പറേഷന്, അതും അഡ്മിനിസ്ട്രേറ്റീവ് പവർ ആണ്. അതേപോലെ നമ്മൾ ഒരു ഹോട്ടൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്തു, ആ ലൈസൻസ് ഗ്രാന്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ, അഡ്ജുഡിക്കേറ്ററി പവറാണ്. അപ്പൊ ആ ഒരു പവറും അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസിലുണ്ട്. ചില സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് ചെയ്യാനുള്ള
മോസ്റ്റ്ലി അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ട്. അതേപോലെ ചിലപ്പോഴായിട്ട് ലെജിസ്ലേറ്റീവും നോൺ അഡ്ജുഡിക്കേറ്ററി പവർ മിനിസ്ട്രിയൽ ആക്ഷൻസും ചെയ്യാനുള്ള ഒരു പവർ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. സെപ്പറേഷൻ ഓഫ് പവർ ആണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബേസിക് സ്ട്രക്ചർ ആണ്. പക്ഷെ സ്ട്രിക്ട് സെൻസിൽ സെപ്പറേഷൻ ഓഫ് പവർ ഇല്ല. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് നോക്കുമ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി, എക്സിക്യൂട്ടീവ് ബോഡി പലപ്പോഴും ഈ എല്ലാ ഫംഗ്ഷൻസും ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസും ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻസും അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ ഫംഗ്ഷൻസും ചെയ്യാറുണ്ട്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി എന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ ആണെങ്കിലും നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഷുഡ് ബി ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. നിങ്ങൾക്ക് സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഓൾ ബൗണ്ട് ബൈ ദ ഐഡിയ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. നാച്ചുറൽ ജസ്റ്റിസിനെ നമ്മൾ ഡൈസിയുടെ റൂൾ ഓഫ് ലോയിലുമായി ചെറിയ ബന്ധം ഉണ്ട്. പക്ഷെ എന്നാലും ഇതൊരു വേറെ കോൺസെപ്റ്റാണ്. അപ്പം ദ ഐഡിയ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഇസ് ദാറ്റ് എന്ത് ഡിസിഷനും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എടുക്കുമ്പോഴും ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അപ്പൊ എപ്പോഴാണ് ഒരു കാര്യം നാച്ചുറൽ ജസ്റ്റിസ് ആവുക എന്നാണ് ചോദ്യം. നാച്ചുറൽ ജസ്റ്റിസ് ആവണമെങ്കിൽ അവിടെ ഫെയർനെസ് വേണം, റീസണബിൾനെസ് വേണം, ഇക്വാലിറ്റി വേണം. ഫെയർ ആയിട്ട് റീസണബിൾ ആയിട്ട് ഈക്വാലിറ്റിയുടെ ബേസിസിൽ എടുക്കുന്ന ഡിസിഷൻസിനെയാണ് നമ്മൾ നാച്ചുറൽ ജസ്റ്റിസിന്റെ ബേസിൽ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് രണ്ട് കൗണ്ടർ വേർഡ്സ് ഉള്ള, ഇപ്പം അമേരിക്കൻ ജൂറിസ്പ്രുഡൻസിൽ നമ്മൾ ഇതിനെ ഡ്യൂ പ്രോസസ് എന്ന് വിളിക്കും. അതുപോലെ സിവിൽ ലോയിൽ പ്രൊപ്പോർഷണാലിറ്റി എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ ഈ ഡ്യൂ പ്രോസസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു നല്ലൊരു ഈ കോൺസെപ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 21 നമുക്ക് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ് ആർട്ടിക്കിൾ 21. അപ്പൊ ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? നോ പേഴ്സൺ ഷുഡ് ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അൺലെസ് വിത്തിൻ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയും ആർട്ടിക്കിൾ 21 റൈറ്റ് ലൈഫ് ആണെന്ന്. ശരിക്കും ആർട്ടിക്കിൾ 21 റൈറ്റ് ലൈഫ് ഒന്നും പറയുന്നില്ല. ആർട്ടിക്കിൾ 21 നെഗറ്റീവ് റൈറ്റാ. ആർക്കും നിങ്ങളുടെ ലൈഫും ലിബർട്ടിയും എടുത്തു കളയാൻ പറ്റില്ല. എങ്ങനെ? അൺലെസ് ദർ ഇസ് എ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഒരു പ്രൊസീജിയർ, ലോ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ആർക്കും, സർക്കാരിന് എപ്പോ വേണമെങ്കിൽ നിങ്ങൾ ലൈഫ് എടുത്ത് കളയാം എന്നേ ആർട്ടിക്കിൾ 21 പറയുന്നുള്ളൂ. അതിനൊരു പോസിറ്റീവ് ആയിട്ടൊന്നുമില്ല, നെഗറ്റീവ് റൈറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിൾ 21 പറയുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് എടുത്ത് കളയാം. that's a very stringent ആയിട്ടുള്ള റീഡിങ് അത്. അപ്പൊ ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നെയാണ് നമ്മൾ ഈ പറയുന്ന നാച്ചുറൽ ജസ്റ്റിസിന്റെ ഒരു എക്സാമ്പിൾ ആണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആവണമെങ്കിൽ ആർട്ടിക്കിൾ 21 പ്രകാരം എന്താവണം? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ലോ ആണെങ്കിൽ അത് നാച്ചുറൽ ജസ്റ്റിസ് ആയി എന്ന് പറഞ്ഞു. നമ്മുടെ AK ഗോപാലിന്റെ കേസില്ലേ, നമ്മൾ AK ഗോപാലിന്റെ കേസാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ സംസാരിക്കുന്ന പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോന്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പൊ ആ സമയത്ത് പറയുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് ഒരു ലോ, ഒരു അതോറിറ്റി, കോമ്പറ്റന്റ് അതോറിറ്റി ഒരു ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രൊസീജിയർ ഉണ്ടായാൽ മതി ആളുകൾ ലൈഫ് എടുത്ത് കളയാം എന്നാണ് AK ഗോപാലിന് പറയുന്നത്. പക്ഷെ ഓവർ ദി കോഴ്സ് ഓഫ് ടൈം പിന്നീട് മേനകാഗാന്ധിയുടെ കേസ് വരുന്ന സമയത്ത് കോടതി പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ മാത്രം ഉണ്ടായാൽ പോരാ, ആ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്തായിരിക്കണം? ആ ലോ ജസ്റ്റ് ഫെയറും റീസണബിളും ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിള് ഫുൾഫിൽ ചെയ്യത്തുള്ളൂ എന്നാണ് മേനകാഗാന്ധിയുടെ കേസിൽ വരുന്ന പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിളിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂ AK ഗോപാലനും പിന്നീട് മേനകാഗാന്ധി കേസുമാണ്. AK ഗോപാലിന്റെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ഡെഫിനേഷനിൽ നിന്ന് പിന്നീട് കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഡ്യൂ പ്രോസസ് എന്ന ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ് നമ്മൾ അമേരിക്കൻ ജൂറിസ്പ്രുഡൻസിൽ സെയിം പറയുന്ന നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ് ഡ്യൂ പ്രോസസ്. ഈ നാച്ചുറൽ ജസ്റ്റിസിന്റെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് നാച്ചുറൽ ജസ്റ്റിസിന്റെ അടിസ്ഥാനത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഫെയർനെസ് ഉണ്ടാവണം, റീസണബിൾനെസ് ഉണ്ടാവണം, ഇക്വാലിറ്റി ഉണ്ടാവണം. ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. 1 റൂൾ അഗെയിൻസ്റ്റ് ബയസ്, 2 ഓഡി ഓൾട്രം പാർട്ട്, 3 റീസെന്റ് ഡിസിഷൻ. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊരു നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം പോയ സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫെയർ ആണ് എന്ന് പറഞ്ഞിരിക്കാം. ഇതിന്റെ
test is that if any decision is made against the principle of natural justice, then that decision does not stand at all. നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുകയാണ്, ആ ഡിസിഷൻ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് പോവുകയാണെങ്കിൽ ആ ഡിസിഷൻ ഇസ് അൺഫെയർ, ഇറ്റ് ഇസ് ലയബിൾ ടു ബി സ്റ്റക്ക് ഡൗൺ ബൈ ദ ജുഡീഷ്യറി. എന്താണ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ പറയാൻ പറ്റുന്ന ഈ ഒരു പ്രൊസീജിയർ വഴി നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതാണ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതൊരു സ്ട്രേറ്റ് ജാക്കറ്റ് ഫോർമുല അല്ല. ഇന്ന സാധനങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ ജസ്റ്റിസ് എന്നല്ല. ഇങ്ങനെയൊക്കെയാണ് നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾ ഉണ്ടാവുന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾ വഴി ഒരു ഡിസിഷൻ കിട്ടി എന്ന് പറയാം. ആ ഡിസിഷൻ എപ്പോഴും ഫെയർ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റൂൾ അഗെയിൻസ്റ്റ് ബയസ് ആണ്. അപ്പൊ എന്താണ്, വാട്ട് ഇസ് ദി principle of rule against bias? Very simply put, it says that no man should be a judge in his own case. Nemo judex in causa sua എന്ന് പറയുന്ന ലാറ്റിൻ മാക്സിം ആണ് റൂൾ അഗെയിൻസ്റ്റ് ബയസിനെ കുറിച്ച് പറയുന്നത്. ആരും തന്നെ അവന്റെ തന്നെ കേസിൽ ജഡ്ജ് ആവാൻ പാടില്ല. എനിക്കെതിരെ ഒരു ക്വസ്റ്റ്യൻ, ഒരു അക്യൂസിഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഡിസൈഡ് ചെയ്യാൻ പാടില്ല. ആ ഡിസൈഡ് ചെയ്യുന്ന ഒരാൾ എപ്പോഴും ഒരു തേർഡ് പാർട്ടി ആയിരിക്കണം. അതുപോലെ തന്നെ the idea is that one of the fundamental principle of administration of justice is that justice ശരിക്കും ചെയ്താൽ മാത്രം പോരാ. justice should not just be done, it should be manifested and undoubtedly seen to be done. നമ്മൾ ചെയ്താൽ മാത്രം പോരാ, അത് കാണുന്ന ആൾക്ക് തോന്നണം ഇത് ഫെയർ ആണ് എന്ന് തോന്നിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മള് പറയുന്നത് ഇപ്പൊ നമ്മള് ഒരു ഇന്റർവ്യൂവിന് ആലോചിക്കുന്ന സമയത്ത് ഇന്റർവ്യൂ പ്രോസസ്സിൽ ബോർഡിൽ ആൾക്കാരുണ്ടാവും, മേ ബി 4 ടീച്ചർ ഉണ്ടായിരിക്കും. നമ്മൾ ലോ കോളേജിലെ ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ ഇന്റർവ്യൂ, അതിന് എന്തായാലും 4 പേരോ 3 പേരോ എങ്ങനും അവിടെ ബോർഡിലുണ്ടാവും. അപ്പൊ അതിൽ ഇരിക്കുന്ന ഒരു ബോർഡ് മെമ്പർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരു ഫാക്കൽറ്റിയാണ്. ആ ഫാക്കൽറ്റി എന്റെ ഒരു ഗുരുസ്ഥാനിയാണ്. മേ ബി അയാളുടെ PhD സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഞാൻ ആ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് എനിക്ക് ഫസ്റ്റ് റാങ്ക് വരുമ്പോൾ, even if he has never done anything, there is always this question of bias. മിസ്സിന്റെ ടീച്ചർ അല്ലേ, മിസ് റാങ്ക് മിസ് അല്ലാണ്ട് വേറെ ആർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് റൂൾ അഗെയിൻസ്റ്റ് ബയസിന് ഫസ്റ്റ് തിങ്. justice should not only be done, it should be seen to be done എന്ന് പറയുന്നത്. അപ്പം the idea is that ഒരു തരത്തിലും ബയസ് ഉണ്ടാവാൻ പാടില്ല. ഒരു റൂൾ ഓഫ് ലോ ഉണ്ടാവണമെങ്കിലും അവിടെ ആബ്സെൻസ് ഓഫ് ബയസ് ഉണ്ടാവണം. ഒരു തരത്തിലും ബയസ് ഉണ്ടാവാൻ പാടില്ല. എന്തൊക്കെ ടൈപ്പ് ബയസ് ഉണ്ടാവാം? നമുക്ക് പെക്യൂനറി ബയസ് ഉണ്ടാവാം, പേഴ്സണൽ ബയസ് ഉണ്ടാവാം, ഒഫീഷ്യൽ ബയസ് ഉണ്ടാവാം, സബ്ജക്ട് മാറ്റർ ബയസ് ഉണ്ടാവാം, ജുഡീഷ്യൽ ഒബ്സ്റ്റനൻസി ഉണ്ടാവാം, ഡിപ്പാർട്ട്മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയസ് ഉണ്ടാവാം, പോളിസി നോഷൻ ബയസ് ഉണ്ടാവും, പ്രീ കൺസീവ് നോഷൻ ബയസ് ഉണ്ടാവാം, ബയസ് ഓൺ അക്കൗണ്ട് ഓഫ് ഒബ്സ്റ്റനൻസി ഉണ്ടാവും. പല തരത്തിലുള്ള ബയസസ് ആണ് ഉണ്ടാവുക. പെക്യൂനറി ബയസ് എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്തു, അപ്പൊ എന്റെ പൈസ കൊടുത്തുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് വിധി എഴുതുന്നു. പേഴ്സണൽ ബയസ് എന്നെ അറിയുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഈ പോളിസിയുടെ ഇന്റർപ്രിട്ടേഷൻ ഇതാണെന്നുള്ളൊരു ബയസ് എനിക്കുണ്ടെങ്കിൽ അതും പോളിസി നോഷൻ ബയസ് ആണ്. ചിലപ്പം എന്റെ സബ്ജക്ട് മാറ്റർ എനിക്ക് ഇഷ്ടപ്പെട്ട മാറ്റർ ആയിരിക്കും, ചിലപ്പോൾ അവിടെ ഒരു ബയസ് ഉണ്ടാവും. അങ്ങനെ എന്ത് തരത്തിലുള്ള ബയസ് ആണെങ്കിലും ഒരു ബയസ് ഉണ്ടായിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ബയസ് ഉണ്ടായിട്ട് ഡിസിഷൻ എടുക്കുവാണെങ്കിൽ അത് നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ആണ്. അപ്പം നാച്ചുറൽ ജസ്റ്റിസ് എന്ത് ഡിസിഷൻ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും അവിടെ നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾ അപ്ഹോൾഡ് ചെയ്യണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ അണ്ടർ ദാറ്റ് ഇസ് റൂൾ അഗെയിൻസ്റ്റ് ബയസ്. ഒരു തരത്തിലുള്ള ബയസും ഡിസിഷനിൽ ഉണ്ടാവാൻ പാടില്ല. അത് ചെയ്യുന്ന ആളുകൾ he should not be a judge on his own course. അയാൾക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളൊന്നും കേൾക്കാൻ പാടില്ല, നമ്മുടെ ഫാമിലിയുടെ മാറ്ററുള്ള ആളുകൾ കേൾക്കാൻ പാടില്ല, നമുക്കൊരു പെക്യൂനറി ബയസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ബയസ് വന്നു കഴിഞ്ഞാൽ അത് നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ആണ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓഡി ഓൾട്രം പാർട്ടമാണ്. ഓഡി ഓൾട്രം പാർട്ടം ഇസ് എ common concept. It's saying that fair hearing in the principle ആണ് ഓഡി ഓൾട്രം പാർട്ടം. ഹിയർ ദി അതർ സൈഡ്, മറ്റു സൈഡും കൂടെ കേൾക്കാം എന്ന് പറയുന്നതാണ് ഓഡി ഓൾട്രം പാർട്ടം എന്ന് പറയുന്നത്. ഈ മറ്റു സൈഡിനെ കേൾക്കാം എന്ന് പറയുമ്പോൾ എങ്ങനെയാ കേൾക്കേണ്ടത്? യു ഷുഡ് ഫസ്റ്റ് ഗീവ് ദം നോട്ടീസ്. ആരെയാണോ കേൾക്കാൻ പോകുന്നത് അവരോട് പറയും ഞങ്ങൾ നിങ്ങളെ കേൾക്കാൻ പോവുകയാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഡിസിഷൻ എടുത്തത് നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ആണോ അല്ലയോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടെസ്റ്റ് എന്താ? എന്തെങ്കിലും ബയസ് ഉണ്ടായിട്ടുണ്ടോ?
ഈ ഇരുന്ന് ജഡ്ജ് ഉണ്ടല്ലോ, ഈ ഡിസിഷൻ എടുത്ത ആളുണ്ടല്ലോ, ഈ അഡ്ജുഡിക്കേഷൻ എടുത്ത ആളുണ്ടല്ലോ, അയാള് വല്ല പൈസ വാങ്ങിയിട്ടാണോ ഡിസിഷൻ എടുത്തത്, അതോ അയാൾ പൈസ വാങ്ങിയിട്ടാണോ ഈ ഹോട്ടലിന് വേണ്ടിയിട്ടുള്ള ഹോട്ടലിന് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്, അതോ ഇയാളുടെ സ്വന്തക്കാരന് വേണ്ടിയാണോ കൊടുത്തിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ബയസ് വന്നിട്ടുണ്ടോ? ബയസ് വന്നിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷനായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓഡിയോ ഓൾട്രോം പാട്ടം ഫോളോ ചെയ്തിട്ടുണ്ടോ? രണ്ട് സൈഡും കേട്ടിട്ടാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ട് സൈഡും ഡിസൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം ആരെയാണ് കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് നോട്ടീസ് കൊടുക്കണം. എങ്ങനെ നോട്ടീസ് കൊടുക്കണം? എന്താണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, എവിടെ വെച്ചാണ് കേൾക്കാൻ പോകുന്നത്, ആരാണ് പോകുന്നത്, എന്തൊക്കെയാണ് ഇയാൾക്കെതിരെ വന്ന അക്യൂസേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ മേ ബി ഹോട്ടലിൽ തുറക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും, അതിന് നമ്മൾ ഇന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അതുകൊണ്ട് ഇത് റിജക്ട് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ യു ഷുഡ് ഹിയർ ദ അതർ സൈഡ് ഓൾസോ. അതുപോലെ തന്നെ എന്തെങ്കിലും പെനാൽറ്റി ഉണ്ടെങ്കിൽ ആ പെനാൽറ്റിയെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കണം. ഇതേപോലെ നോട്ടീസ് കൊടുത്ത് മാത്രമേ നമുക്ക് ഫെയർ ഹിയറിംഗ് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഫെയർ ഹിയറിംഗ്, ഹിയർ ദി അതർ സൈഡ് എന്നാണ് ഓഡിയോ ആൾട്രം പാഠത്തിന്റെ ലിറ്ററൽ മീനിങ്. ഹിയർ ദി അതർ സൈഡ് ആണ്, അത് റൂൾ ഓഫ് ഫെയർ ഹിയറിംഗ് ആണ്. അങ്ങനെ അതർ സൈഡ് കേൾക്കണമെങ്കിൽ ആദ്യം നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് നോട്ടീസ് തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഫെയർ ഹിയറിംഗ് നടത്തണം. ഫെയർ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ നോട്ടീസ് കൊടുത്ത് ആള് വന്നു കഴിഞ്ഞാൽ ആൾക്കാരോട് പറയാം, നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ഞങ്ങൾ തള്ളാൻ പോവാണ്, ഇന്ന കാര്യങ്ങളാണ് കൊണ്ടാണ് തള്ളാൻ പോകുന്നത്, നമ്മൾ നോക്കുമ്പോൾ വേസ്റ്റ് ഡിസ്പോസൽ നിങ്ങൾക്ക് പ്രോപ്പർ അല്ല, നിങ്ങൾ ഇത്രയും വിസിഡിറ്റി, ഇത്ര ഡിസ്റ്റൻസ് നിങ്ങൾ റോഡുമായിട്ടില്ല, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞ് അവർക്ക് അവരുടെ സൈഡും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്ത്, പിന്നെ എവിഡൻസ് എടുക്കണമെങ്കിൽ എവിഡൻസ് കൊടുത്തിട്ട് വേണം ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് സെക്കൻഡ് കോൺസെപ്റ്റ്. ഒന്ന് നോട്ടീസ് കൊടുക്കുക, നോട്ടീസ് കൊടുത്തിട്ട് ഫെയർ ഹിയറിംഗ് നടത്താം. അപ്പൊ ഈ ഫെയർ ഹിയറിംഗ് നടത്തുമ്പോൾ ഇതിൽ പറയേണ്ട ഒരു മേജർ കോൺസെപ്റ്റ് പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ് എന്ന് പറയും. പറഞ്ഞു വരുന്നത് നാച്ചുറൽ ജസ്റ്റിന്റെ പ്രിൻസിപ്പിൾ ആണ്. നാച്ചുറൽ ജസ്റ്റിസ് സെക്കൻഡ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഓഡിയോ ഓൾട്രം പാട്ടാണ് നമ്മൾ പറയുന്നത്. ഓഡിയോ ഓൾട്രം പാട്ടം നടക്കണം. ഹിയർ ദി അതർ സൈഡ് എന്നാണ് ഓഡിയോ ഓൾട്രം പാഠത്തിന്റെ അർത്ഥം വരുന്നത്. അങ്ങനെ ഹിയർ ദി അതർ സൈഡ് ആവണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നിലവിൽ നടക്കേണ്ടത്. ഒന്ന്, നോട്ടീസ് കൊടുക്കണം, ആളുകളെ കേൾക്കണം. നോർമലി ഈ കേൾക്കുന്നത് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നെയാണ് ആളുകളെ കേൾക്കേണ്ടത്. ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടല്ല കേൾക്കേണ്ടത്. എപ്പോഴും നമ്മൾ എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എപ്പോഴാണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്, ആ ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എടുക്കുന്നതിന് മുന്നേ വേണം കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ചില സമയത്ത് അതിന് എക്സെപ്ഷൻ ഉണ്ടാകും. ആ എക്സെപ്ഷൻ നമ്മൾ പറയുന്ന പേരാണ് പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ്. ഇപ്പം ഈ പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ് എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമായിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഡിസിഷൻ എടുത്തതിന് ശേഷം ആർക്കെതിരെയാണോ ഡിസിഷൻ എടുത്തിരിക്കുന്നത് അവരെ ഒന്നും കൂടെ കേൾക്കാം, ആഫ്റ്റർ ദ ഡിസിഷൻ ഹാസ് ബീൻ മെയ്ഡ്. അത് എപ്പോഴാ? എക്സെപ്ഷണൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസിൽ അല്ലെങ്കിൽ ഏർജന്റ് ആയിട്ടുള്ള സർക്കംസ്റ്റൻസിൽ മാത്രമേ നമുക്ക് പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ് സാധിക്കുള്ളൂ. നോർമലി നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും കേൾക്കണം. പക്ഷെ ചില സമയത്ത് നമുക്ക് മാറ്റർ ഏർജന്റ് ആണ്, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എക്സെപ്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ആളെ കേൾക്കാൻ ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആളെ കേൾക്കാൻ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അയാളെ കേൾക്കണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴാണ് നോർമലി ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് നമ്മൾ അവരെ കേൾക്കാൻ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. അങ്ങനെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഡിസിഷൻ എടുത്തതിന് ശേഷം അവരെ വീണ്ടും കേൾക്കാൻ ഒരു അവസരം കൊടുക്കണം. ആ സാധനം നമുക്ക് എക്സെപ്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ആകെയുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് വല്ല സ്റ്റാറ്റ്യൂട്ടറി എക്സ്ക്ലൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ എമർജൻസി, നമുക്ക് സമയമില്ല. നമ്മളിപ്പോ കോവിഡിന്റെ സമയത്തും അതേപോലെ നമ്മുടെ തിങ്ക് അബൌട്ട് ദിസ് എക്സാമ്പിൾ, നമ്മൾ ഫ്ലഡ് വന്ന സമയത്ത് പല വീടുകളും നമ്മൾ ക്യാമ്പാക്കി തുറക്കേണ്ടി വന്ന അവസ്ഥ വന്ന് വിചാരിക്കും. ആ സമയത്ത് ആരെയും വിളിച്ച് ചോദിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇത് ക്യാമ്പാക്കാൻ പോവാണ്, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കാൻ സമയം ഉണ്ടല്ലോ. പെട്ടെന്ന് കളക്ടർ ഓർഡർ ചെയ്യും, ഓപ്പൺ ആക്കി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. സോ ആ സമയത്ത് നമുക്ക് മറ്റു സൈഡ് കേൾക്കാൻ സമയമില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡിസിഷൻ ബിഫോർ hearing them we make a decision. But in those circumstances these parties should be given an opportunity to be heard after the decision has been made. So what actually happens is that it gives an opportunity to the affected party to be heard. ഇപ്പൊ നമ്മള് ഈ പറയുന്ന പോസ്റ്റ് ഡിസിഷണൽ
പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ് ഒറിജിനേറ്റ് ചെയ്യുന്നിരിക്കുന്നത് മേനക ഗാന്ധി വേഴ്സസ് യൂണിയൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 21 എക്സ്പാൻഷൻ വന്ന മേനകാഗാന്ധി കേസ് ഉണ്ടല്ലോ, ആ മേനകാഗാന്ധി കേസിലാണ് ഈ പോസ്റ്റ് ഡിസിഷണൽ ഹിയറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് ഇൻട്രസ്റ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ് ഡിസിഷണൽ ഹിയറിംഗ് നടത്തുന്നതും. അത് എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്ന പ്രീ ഡിസിഷൻ നോട്ടീസ്, നമുക്ക് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നോട്ടീസ് കൊടുക്കുന്നത് ഇംപ്രാക്ടിക്കൽ ആവും അല്ലെങ്കിൽ അത് അൺഫെയർ ആകും, അല്ലെങ്കിൽ അതിന് ടൈം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ ഡിസിഷൻ എടുത്തു, പക്ഷെ ഡിസിഷൻ എടുത്ത ആൾക്ക് അത് റിവൈസ് ചെയ്യാനോ റീകൺസിഡർ ചെയ്യാനോ ഒരു ഓപ്ഷൻ കൊടുക്കണം. അതിനെയാണ് നമ്മൾ പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ് ഇസ് എൻ എക്സെപ്ഷൻ ടു ദ റൂൾ ഓഫ് ഫെയർ ഹിയറിംഗ്. ഫെയർ ഹിയറിംഗ് നമ്മൾ സാധാരണ എന്താ പറയുന്നത്, ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ കേൾക്കണം. അതിന്റെ എക്സെപ്ഷൻ എന്താ, പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ്. എന്താ പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ് പറയുന്നത്, ഡിസിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ ആളെ കേൾക്കുക. മേനകാഗാന്ധിയുടെ കേസിലാണ് നമ്മൾ പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ, ഈ പ്രീ ഡിസിഷൻ, അപ്പൊ നമ്മൾ ഇൻ കേസ് അവരെ കേൾക്കാണ്ടാണ് നമ്മൾ ഡിസിഷൻ എടുത്തതെങ്കിൽ ആ ഡിസിഷൻ എപ്പോഴും ടെൻറ്റേറ്റീവ് ഡിസിഷൻ ആണ്. അത് ഫൈനലൈസ് ആവണമെങ്കിൽ പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ് നടന്നു കഴിഞ്ഞ് മാത്രം അതിനെ നമുക്ക് പിന്നീട് ഫൈനലൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ, നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിളാണ്. അപ്പൊ നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിളിൽ നമ്മൾ സെക്കൻഡ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഓഡിയോ ഓൾട്ടറും പാർട്ടും, ഫസ്റ്റ് വൺ റൂൾ അഗെയിൻസ്റ്റ് ബയസ്, സെക്കൻഡ് വൺ ഓഡിയോ ഓൾട്ടറും പാർട്ടും, ഹിയർ ദി അതർ സൈഡ്. ആളുകളെ കേൾക്കണമെങ്കിൽ നോട്ടീസും കൊടുക്കണം, കേൾക്കും ചെയ്യണം, ഫെയർ ഹിയറിംഗ് നടത്തണം. ഫെയർ ഹിയറിംഗ് എപ്പോഴും മുന്നേ നടത്തണം. അതിന്റെ എക്സെപ്ഷൻ ആയിട്ട് പറയുന്ന കോൺസെപ്റ്റ് ആണ് പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ്. പോസ്റ്റ് ഡിസിഷൻ ഹിയറിംഗ് നമ്മൾ മേനകാഗാന്ധി കേസിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഐഡിയ ഇസ് ദാറ്റ് വൺസ് വെൻ ദർ ഇസ് സർക്കംസ്റ്റൻസ് വിച്ച് മേക്സ് ഇറ്റ് impossible to do a pre-decision hearing, then there should always be a post-decision hearing, and unless a post-decision hearing is done, confirm ചെയ്യുന്നത് വരെ ഈ പറഞ്ഞ pre-decision hearing ഉണ്ടല്ലോ അത് എപ്പോഴും ടെൻറ്റേറ്റീവ് ആയിരിക്കും. അത്രയുമാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ. തേർഡ് പ്രിൻസിപ്പിൾ, റൂൾ ഓഫ് ലോന്റെ തേർഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്പീക്കിംഗ് ഓർഡേഴ്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഡിസിഷൻ എടുത്തു, റീസൺസ് പറയണം. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. സോ ദ ഓർഡർ ഷുഡ് ബി എ സ്പീക്കിംഗ് ഓർഡർ. എല്ലാ ഓർഡറിലും പറയണം ഇന്ന റീസൺസ് കാരണമാണ് ഞാൻ ഈ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. ഇൻ കേസ് റീസൺസ് ഫോർ ഡിസിഷൻ ഇല്ലെങ്കിൽ അത് നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളിന്റെ വയലേഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പം ഈ മൂന്ന് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, ഈ മൂന്ന് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിക്ക് അഡ്ജുഡിക്കേറ്ററി മെക്കാനിസംസ് നടത്താൻ പറ്റുള്ളൂ. അപ്പം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഒരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ അവരെന്തായിരിക്കണം, റൂൾ ഓഫ് ലോന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന്, ബയസ് ഉണ്ടാവാൻ പാടില്ല. രണ്ട്, നമുക്ക് സ്പീക്കിംഗ് ഓർഡേഴ്സ് വേണം. മൂന്ന്, ഓഡിയോ ഓൾട്ടറും പാർട്ടും വേണം. ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഡിസിഷൻ എടുത്തതെങ്കിൽ അത് ഫെയർ ഡിസിഷൻ ആണ്, അതിന് പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു പറയുന്ന എന്തെങ്കിലും ആബ്സെൻസ്, ഈ പറയുന്ന റൂൾ ഓഫ് ലോന്റെ എന്തെങ്കിലും ഒരു ആബ്സെൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കോടതി പറയും ഇത് നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് സബ്ജക്ട് ഫോർ മേ ബി അൾട്രാ വയറേ ആവാം, അല്ലെങ്കിൽ അത് റിവോക്ക് ചെയ്യാം ഒക്കെ കോടതിക്ക് പറയാൻ പറ്റും. ഇത്രയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയുടെ അഡ്ജുഡിക്കേറ്ററി പവർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങൾ എക്സാമിന് വരുന്ന പല കോൺസെപ്റ്റ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡ്രോയിഡ് അഡ്മിനിസ്ട്രേറ്റീവ്, റൂൾ ഓഫ് ലോ, നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ, ഇതെല്ലാം ആ ബയസിന്റെ കോൺസെപ്റ്റ് ഒക്കെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റ്സ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇനി നമ്മൾ അടുത്ത പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലേക്ക് പോവാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് റൂൾ മേക്കിംഗ് പവർ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ റൂൾ മേക്കിംഗ് പവർ. അഡ്മിനിസ്ട്രേറ്റീവ് ലോയ്ക്ക് റൂൾ ഉണ്ടാക്കാൻ പറ്റുമോ അതോ ലെജിസ്ലേറ്റീവ് പവർ അഡ്മിനിസ്ട്രേറ്റീവ് ലോയ്ക്ക് ഉണ്ടോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോ നോർമലി ലെജിസ്ലേറ്റീവ് പവർ ആയിരിക്കാം, ലെജിസ്ലേച്ചറിന് മാത്രമേ അതുള്ളൂ. അതിന്റെ ഒരു എക്സെപ്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു വൺ ഓഫ് ദി എക്സെപ്ഷൻ കാറ്റഗറി ആയിട്ട് പറയുന്ന ഒരു ഡിസിഷനെയാണ് നമ്മൾ പറയുന്നത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയും. വാട്ട് ഇസ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ? Delegate legislation is a legislation which is made by the administrative authority. Administrative authority ഒരു പാരന്റ് ആക്ടിന് കൊടുത്തിരിക്കുന്ന ലോയുമായിട്ട്, പാരന്റ് ആക്ട് കുറെ
ഒരുപാട് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. ആ പാരന്റ് ആക്ട് കൊടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിസിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഉണ്ടാക്കുന്ന ലോസിനെയാണ് നമ്മൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസിന് സാൽമണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വിച്ച് പ്രൊസീഡ്സ് ഫ്രം എ സോവറിൻ പവർ, ഒരു സോവറിൻ പവറിൽ നിന്ന് പ്രൊസീഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സോവറിൻ പവറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ലോസിനെയാണ് നമ്മൾ ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ട്. നമ്മൾ സാധാരണ ഈ കേൾക്കുന്ന റൂള്, റെഗുലേഷൻ എന്നൊക്കെ പറയുന്ന ബൈലോ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, ഇതാണ് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ. ഏതെങ്കിലും ഒരു പാരന്റ് ആക്ട് ഉണ്ടാവും, ഇപ്പൊ കോൺട്രാക്ട് ആക്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആക്ട്, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പോലെ ലോസ് ഉണ്ടാകും. ആ ലോയുടെ ഇംപ്ലിമെന്റേഷന് വേണ്ടി ചിലപ്പം പല കാര്യങ്ങളും ആബ്സെന്റ് ആയിരിക്കും ആ ലോയിൽ മേ ബി പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ഇത്ര രൂപ ഫൈൻ അടയ്ക്കണം എന്നേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പം ഈ ഫൈൻ എവിടെ കളക്ട് ചെയ്യണം, എങ്ങനെ എന്തൊക്കെ രീതിയിലാണ് ഫൈൻ അടയ്ക്കേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് പറയുന്നത് എവിടെയായിരിക്കും? ഈ റൂൾസും റെഗുലേഷൻസും ആയിരിക്കും. അങ്ങനെ കൊണ്ടുവരുന്ന റൂൾസിനെയും റെഗുലേഷൻസിനെയും നമ്മൾ പറയുന്ന പേരാണ് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ. സോ ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ ഇസ് എ സബ്സെറ്റ് ഓഫ് പേരന്റ് ലെജിസ്ലേഷൻ. പേരന്റ് ലെജിസ്ലേഷന്റെ ബേസിസിൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ഉണ്ടാക്കുന്ന ലോയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ. അപ്പൊ ഈ ഡെലിഗേറ്റ് ലെജിസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നിങ്ങൾക്ക് ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഹെൻറി 8 ക്ലോസ് എന്ന് പറയുന്നത്. ഈ ഹെൻറി 8 ക്ലോസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഇത് എന്താന്ന് വെച്ചാൽ ഹെൻറി 8 ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു, കിങ് ആയിരുന്നു. സോ വാട്ട് ഹി ബേസിക്കലി ഡസ് ഇസ് ദാറ്റ് ഹി ഡോണ്ട് വാണ്ട് ടു ഗോ ത്രൂ ഈ പാർലമെന്ററി പ്രോസസ്സിൽ നിന്ന് പാർലമെന്ററി പ്രോസസ്സിൽ കൂടെ എല്ലാം അപ്രൂവ് ചെയ്ത് വരുന്നത് അയാൾക്ക് വലിയ താല്പര്യമില്ല. അയാൾക്ക് കുറച്ചും കൂടെ കൺട്രോൾ വേണം സിസ്റ്റത്തിൽ. അപ്പം വാട്ട് ഹി ഡിഡ് ഇസ് ദാറ്റ് ഹി ഇൻട്രൊഡ്യൂസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് എ ക്ലോസ് ഇൻ എ സ്റ്റാറ്റ്യൂട്ട്. ആ ക്ലോസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ക്ലോസ് പ്രകാരം എക്സിക്യൂട്ടീവ് അതോറിറ്റികൾക്ക് സ്റ്റാറ്റ്യൂട്ട് തന്നെ അമെൻഡ് ചെയ്ത് സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നതിനെക്കാട്ടും കൂടുതൽ പവേഴ്സും ഫങ്ഷൻസും ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷന് ഈ ക്ലോസ് കൊടുക്കും. ഇതെന്താ സംഭവിച്ചത്? ഇറ്റ്സ് എ ക്ലോസ്. ഇറ്റ്സ് ബേസിക്കലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എ ക്ലോസ് ഇൻ ദി ലോയിൽ നമ്മൾ പാരന്റ് ആക്ടിൽ ഉണ്ടാവുന്ന ഒരു ക്ലോസാണ്. ആ ക്ലോസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എക്സിക്യൂട്ടീവ് ഈ ലെജിസ്ലേഷനും അതുപോലെ പാരന്റ് ആക്ടിലെ ഡിലേസും ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ലോസ് ആയിരിക്കും ഹെൻറി 8 ക്ലോസ്. സോ വാട്ട് ഇറ്റ് ബേസിക്കലി ഡസ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഓവർകം ദി ലിമിറ്റേഷൻസ് വിത്തിൻ ദി പാരന്റ് ആക്ട്. പാരന്റ് ആക്ടിലെ ലിമിറ്റേഷൻസ്, അതായത് നിങ്ങൾ ഈ അപ്രൂവൽ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നില്ലാതെ നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഇതിന് എനേബിൾ ആവുന്ന എന്തും ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ലാർജർ എനേബിളിംഗ് ക്ലോസ് ആണ് ഹെൻറി 8 ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താ ചെയ്യുന്ന വെച്ചാൽ എക്സിക്യൂട്ടീവ് അതോറിറ്റികൾക്ക്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അതോറിറ്റികൾക്ക് ആ സ്റ്റാറ്റ്യൂട്ട്, ആ ലോ തന്നെ അമെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആണ് ഹെൻറി 8 ക്ലോസ് പ്രകാരം കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് ഓട്ടോക്രാറ്റിക് ലീഡർ, ഒരു ഹെൻറി 8 എന്ന് പറഞ്ഞ ഓട്ടോക്രാറ്റിക് ലീഡർ കൊണ്ടുവന്നതാണ്. അപ്പൊ അത് അങ്ങേരുടെ പേരിലാണ് ഈ തരത്തിലുള്ള ക്ലോസുകൾ ഫേമസ്. അപ്പം any clause that enables executive authority to amend a statute without the permission of the legislature itself is called as a Henry 8 clause. It is implemented by it is famously known by the King Henry 8. ഇംഗ്ലണ്ടിലെ കിങ് ഹെൻറി 8ന്റെ പേരിലാണ് ഈ ക്ലോസ് അറിയപ്പെടുന്നത്. അപ്പം ഇത് ഡെലിഗേറ്റ് ലെജിസ്ലേഷന്റെ ഒരു പാർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഷോർട്ട് ആൻസറിൽ പലപ്പോഴായിട്ട് വരാറുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എഴുതി വരുന്ന സമയത്ത് യു ഹാവ് ടു റൈറ്റ് അബൌട്ട് വാട്ട് ഇസ് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ, ഡെലിഗേറ്റ് ലെജിസ്ലേഷന്റെ പർപ്പസ് എന്താണ്, ലെജിസ്ലേഷന്റെ ലിമിറ്റേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഹെൻറി 8 ക്ലോസ് പറയുന്നത്. കാരണം ഹെൻറി 8 ക്ലോസ് ഇസ് യൂസ്ഡ് ടു ബൈപാസ് ദി ലിമിറ്റേഷൻ ഓഫ് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ. ഡെലിഗേറ്റ് ലെജിസ്ലേഷന്റെ ലിമിറ്റ്സ് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൻറി 8 ക്ലോസ് ഉപയോഗിക്കുന്നത്. കാരണം ഡെലിഗേറ്റ് ലെജിസ്ലേഷനിൽ വേണ്ടി പറയുന്നത് നിങ്ങൾക്ക് ഹയർ അതോറിറ്റികൾക്ക്, അതായത് ലെജിസ്ലേച്ചറിന് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റികൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് അവർക്ക് താഴെ കൊടുക്കാൻ പറ്റും ചില റൂൾ മേക്കിംഗ് പവേഴ്സ്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ യു ക്യാൻ നോട്ട് ഡെലിഗേറ്റ് എസെൻഷ്യൽ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ്. എസെൻഷ്യൽ ആയിട്ട് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൺലി നോൺ എസെൻഷ്യൽ ഫങ്ഷൻസ് മാത്രമേ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇത്ര രൂപയ്ക്ക്, അതായത് നമ്മുടെ മാസ വരുമാനം ഇത്ര രൂപയാണെങ്കിൽ ആ രൂപയ്ക്ക് താഴെ വരുന്നവർക്കാണ് OBC സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്നു വിചാരിക്കും. അത്
ലോ ആണ്, അതൊരു ബേസിക് ലോ ആണ്. ആ ലോ അതൊരു എസെൻഷ്യൽ ഡെലിഗേറ്റ് ഫംഗ്ഷൻ ആണ്, എസെൻഷ്യൽ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ആണ്. അത് എപ്പോഴും ലെജിസ്ലേച്ചറിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ആ പവർ എടുത്തിട്ട് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഡെലിഗേറ്റിന് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ തീരുമാനിച്ചു എത്ര രൂപയാണ് വാർഷിക വരുമാനം എത്ര ആവണം എന്ന് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി തീരുമാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. അത് കാരണം എന്താ, ആ ഒരു ക്ലോസിലാണ് ആർക്ക് കിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നത്. ആർക്കൊക്കെ OB സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് ഡിസൈഡ് ചെയ്യുന്ന പ്രൈമറി ഫാക്ടർ എന്താ, അവർക്ക് ഈ ക്രീമി ലെയറിന് മുകളിലാണോ നോൺ ക്രീമി ലെയറിന് മുകളിലാണോ താഴെയാണോ എന്നുള്ളതാണല്ലോ. അപ്പൊ അതൊരു എസെൻഷ്യൽ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ആണ്. എത്ര പൈസയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതൊരിക്കലും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്ന ഫോം ഏത് ഓഫീസിൽ നിന്ന് വാങ്ങണം, ഏത് ഓഫീസിന്റെ ഏത് ഫോം വാങ്ങണം എന്നുള്ളത് എസെൻഷ്യൽ അല്ല. നിങ്ങൾ ഫോം എയിൽ കൊടുത്താൽ എന്താ, ബിയിൽ കൊടുത്താൽ എന്താ, സിയിൽ കൊടുത്താൽ എന്താ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫോം കൊടുത്താൽ മതി. അപ്പൊ അതൊരു നോൺ എസെൻഷ്യൽ ഫംഗ്ഷനാണ്. അത് വേണമെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ ഫോം നിങ്ങൾ ഉണ്ടാക്കിക്കോ, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഉണ്ടാക്കിക്കോ എന്ന് പറയാം ആക്ടില്. കാരണം അത് എസെൻഷ്യൽ അല്ല. നിങ്ങൾ എങ്ങനെ കൊടുത്താലും ഇന്ന ആൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ക്രീമി ലെയറിന്റെ, നോൺ ക്രീമി ലെയറിന്റെ താഴെയുള്ളവർക്ക് മാത്രമേ OB സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് എസെൻഷ്യൽ ഡെലിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ആ ഒരു ഫംഗ്ഷൻ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഫോമിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ചോദിക്കണം, ആ ഫോമിൽ ആരൊക്കെ ചോദിക്കണം, എന്തൊക്കെ ഒപ്പ് ചോദിക്കണം, ആരുടെയൊക്കെ അമ്മേന്റെ SSLC, അച്ഛന്റെ SSLC സർട്ടിഫിക്കറ്റ് അങ്ങനെ ചോദിക്കണം എന്നൊക്കെ ഉള്ളത് നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെ ഫംഗ്ഷൻസ്. അത് വേണമെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാം. ഇപ്പൊ ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ ഇസ് എൻ ഐഡിയ വേർ legislature is delegating its power to other people to make further law make ചെയ്യാനുള്ള ലോ മേക്ക് ചെയ്യാനായിട്ടുള്ള പവർ താഴെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിക്ക് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്ത ലോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻസ്. നമ്മൾ ഡൽഹി ലോ ആക്ട് പ്രകാരം പോലെ പല കേസുകളിലും ഡെലിഗേറ്റ് ലെജിസ്ലേഷൻസ് ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ബേസിസിൽ രണ്ട് തരത്തിലുള്ള നമുക്ക് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ടൈറ്റിൽ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ റൂൾസ് എന്ന് പറയും, നമ്മൾ റെഗുലേഷൻസ്, ബൈലോ, നോട്ടിഫിക്കേഷൻ, സ്കീം, ഓർഡർ, ഓർഡിനൻസ്, ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടൈറ്റിൽ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡിസ്ക്രിഷണൽ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ, ചിലപ്പോൾ കണ്ടീഷണൽ ഡെലിഗേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ടിജന്റ് ഡെലിഗേഷൻസ് ഉണ്ടാവാം. അതോറിറ്റി ബേസ്ഡ് ഡെലിഗേഷൻസ് ഉണ്ടാവും. അതോറിറ്റി ബേസ്ഡ് ഡെലിഗേഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കാര്യം സബ് ഡെലിഗേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനർത്ഥം എന്താന്ന് വെച്ചാൽ, നമ്മള് one of the major principle of delegate legislation is that a delegate cannot further delegate. നമ്മുടെ പാരന്റ് ആക്ടിൽ പറയാത്തോടത്തോളം കാലം അത് പോസിബിൾ അല്ല. ദിസ് ഇസ് അഗെയിൻ അനദർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെലിഗേഷൻ വിച്ച് ഇസ് കോൾഡ് സബ് ഡെലിഗേഷൻ. പിന്നെ സബ് ഡെലിഗേഷനും
ഡെലിഗേറ്റ് ലെജിസ്ലേഷനും ഡിഫറെന്റ് ആണ്. ഡെലിഗേറ്റ് ചെയ്ത ലെജിസ്ലേഷൻ വീണ്ടും ഡെലിഗേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സബ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ചിലപ്പം റൂൾ മേക്കിംഗ് പവർ ഒക്കെയാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതല്ലാണ്ട് വേറെയുള്ള ക്ലാസിഫിക്കേഷൻ എനേബിളിംഗ് ആക്ട് എന്നും ആപ്ലിക്കേഷൻ ആക്ട്, സപ്ലിമെന്ററി ആക്ട്, സ്റ്റാൻഡേർഡ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് വേറെയും വരുന്നുണ്ട്. It doesn't matter, we don't have time also to go through it. So just know that there's a concept of delegate legislation. Delegate legislation is dealt excessively under the rule making power of administrative bodies. Normally administrative bodies rule making power ഉണ്ടാവില്ല. അങ്ങനെ റൂൾ മേക്കിംഗ് പവർ ഉണ്ടാവണമെങ്കിൽ ഒരു ഡെലിഗേഷൻ നടക്കണം. ആരെ ഡെലിഗേറ്റ് ചെയ്യണം? ഏതെങ്കിലും പാരന്റ് ആക്ട് പ്രകാരം അത് ഡെലിഗേറ്റ് ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ അവിടെ ഡെലിഗേഷൻ പോസിബിൾ അല്ല. One concept that we usually discuss is that excessive delegation. Normally എസെൻഷ്യലും പ്രൈമറിയുമായിട്ടുള്ള ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൺലി നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് മാത്രമേ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇപ്പൊ നമ്മളൊരു ലെജിസ്ലേറ്റീവ് പോളിസി ഫോം ചെയ്യുന്നത്, റൂൾ ഓഫ് കണ്ടന്റ് ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആർക്കൊക്കെ OB സർട്ടിഫിക്കറ്റ് കിട്ടണം, ആരൊക്കെ ഹോട്ടലിന്റെ പെർമിറ്റ് കിട്ടണം എന്നുള്ളതൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള പോളിസി ക്വസ്റ്റ്യനാണ്. ആ പോളിസി ക്വസ്റ്റ്യൻസ് ഒന്നും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കളിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൻസിലറി, ഇപ്പൊ എക്സിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആൻസിലറിയും ഇൻസിഡന്റലുമായിട്ടുള്ള പവേഴ്സ് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. അല്ലാത്ത എല്ലാ കാര്യങ്ങളും എക്സസീവ് ഡെലിഗേഷൻസ് ആണ്. എസെൻഷ്യൽ ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ഒന്നും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ പോളിസി ഫങ്ഷൻസും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഓഫ് വെദർ ചില സാധനങ്ങൾ എക്സസീവ് ഡെലിഗേഷൻ നടന്നോ ഇല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന് എസെൻഷ്യൽ ഫങ്ഷൻസ് ആണോ ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ എക്സസീവ് ഡെലിഗേഷൻ ആയോ ഇല്ലയോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ആ എക്സസീവ് ഡെലിഗേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റ് നടക്കുന്നത് എന്താണ്? അവിടെ എസെൻഷ്യൽ ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ഡെലിഗേറ്റ് ചെയ്തു. അങ്ങനെ എസെൻഷ്യൽ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻ ആണ് ഡെലിഗേറ്റ് ചെയ്തത് എങ്കിൽ നോർമലി അവിടെ എക്സസീവ് ഡെലിഗേഷൻ നടന്നിട്ടുണ്ട്. കാരണം നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ഫങ്ഷൻ മാത്രമേ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് എസെൻഷ്യൽ ലെജിസ്ലേറ്റീവ് ഫങ്ഷന്? പോളിസി ഫ്രെയിംവർക്ക്, ആർക്കൊക്കെ ഇത് കൊടുക്കാം, എത്ര രൂപ വരെ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ മാസം ഈ പെൻഷൻ സംവിധാനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല, ഇ ഗ്രാൻസ് കിട്ടുന്നില്ല, ഇ ഗ്രാൻസ് ആർക്കെ കൊടുക്കാൻ പറ്റും, ഇ ഗ്രാൻസിന്റെ പൈസ എത്രയാണെന്നുള്ളതൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനാണ്. അതൊരിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിക്ക് തീരുമാനിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതല്ലാത്ത ബാക്കിയെല്ലാം നോൺ എസെൻഷ്യൽ ആണ്. അതായത് ഈ പിള്ളേരുടെ ഡാറ്റ എവിടെ നിന്ന് എടുക്കണം, ആ പിള്ളേരെ എവിടെ അപ്ലൈ ചെയ്യണം, ഏത് പോർട്ടൽ വഴി അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ് കൊടുക്കണം എന്നുള്ളതെല്ലാം നോൺ എസെൻഷ്യൽ. അത് വേണമെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്, ഈ പറയുന്ന ലെജിസ്ലേച്ചർ അതിന്റെ പോളിസിയും പ്രിൻസിപ്പിൾസും പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ, അതായത് നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു എന്നല്ല പറയേണ്ടത്. റാദർ അവിടെ ഒരു സ്ട്രിക്റ്റർ പോളിസി ഫോർമുലേഷൻസ് വന്നു, ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്യും, ഇതൊക്കെയാണ് ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ 2 സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എക്സസീവ് ഡെലിഗേഷൻ ഇല്ല എന്ന് പറയാം. അതായത് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ആണ് ഡെലിഗേറ്റ് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ദർ ഇസ് നോ എക്സസീവ് ഡെലിഗേഷൻ. അതേപോലെ പോളിസി ഫ്രെയിംവർക്സും പ്രിൻസിപ്പിൾസും ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് എല്ലാം ഓൾറെഡി പ്രീസെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിലും നമുക്ക് പറയാം എന്താ, എക്സസീവ് ഡെലിഗേഷൻസ് നടന്നിട്ടില്ല. അപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കീ ആയിട്ട് ചില ഫങ്ഷൻസ് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒന്ന്, എസെൻഷ്യൽ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ലോ റിപ്പീൽ ചെയ്യുന്ന ഫങ്ഷൻസ് ചെയ്യാൻ പറ്റില്ല. മോഡിഫിക്കേഷൻസ്, എക്സംഷൻസ്, റെട്രോസ്പെക്റ്റീവ് ഓപ്പറേഷൻ, ഫ്യൂച്ചർ ആക്ടുകൾ ഒന്നും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ടാക്സ് ഇമ്പോസിഷൻ ഒന്നും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതല്ലാത്ത എല്ലാ സാധനങ്ങളും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്നത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണ്. പവർ ടു ഡെലിഗേഷൻ ഇസ് ലെജിസ്ലേറ്റീവ് പവറിന് ആർട്ടിക്കിൾ 245 പ്രകാരം നമുക്ക് 245 and other articles പ്രകാരം നമുക്ക് delegate legislation is a constitutional power and you can only delegate non-essential
ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ, എസെൻഷ്യൽ ഡെലിഗേറ്റ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് ഒരിക്കലും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആണെങ്കിലും ന്യൂമറസ് ആണെങ്കിൽ പോലും നോൺ എസെൻഷ്യൽ ആണെങ്കിൽ അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. എന്ത് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ ആണെങ്കിലും അത് എപ്പോഴും പാരന്റ് ആക്ടുമായിട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കണം. പാരന്റ് ആക്ടുമായിട്ട് എന്ത് വയലേഷൻ വന്നു കഴിഞ്ഞാൽ അത് അൾട്രാ വയറെ ആകും. സബ് ഡെലിഗേഷൻ നോർമലി പോസിബിൾ അല്ല. അത് പോസിബിൾ ആവണമെങ്കിൽ പാരന്റ് ആക്ടിൽ എക്സ്പ്രസ്ലി ഓഥറൈസ് ചെയ്തിരിക്കണം. പിന്നെ ഈ പറയുന്ന ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസ് എപ്പോഴും റീസണബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ പ്രൊസീജറൽ വയലേഷൻസ് ഉണ്ടാവാൻ പാടില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡോക്ട്രിൻ ഓഫ് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ എന്താണെന്ന് മനസ്സിലാവും. ഡെലിഗേറ്റ് ലെജിസ്ലേഷനും നോർമലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം എൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് നോക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ്, ഐ ഹോപ്പ് തിങ്സ് ആർ മേക്കിംഗ് സെൻസ് ടു യു. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ നോക്കുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ ഡെഫിനേഷൻ, അതിന്റെ ഗ്രോത്തും റീസൺസ് എല്ലാം കണ്ടിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലോ തന്നെ നമ്മൾ 3 തരത്തിൽ തിരിച്ചു. അതിന് അഡ്ജുഡിക്കേറ്ററി പവർ ഉണ്ട്, റൂൾ മേക്കിംഗ് പവർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവറും ഉണ്ട്. അപ്പം ഈ പറയുന്ന നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അതിന്റെ റൂൾ മേക്കിംഗ് പവർ ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂൾ മേക്കിംഗ് പവറിന്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു കുറച്ച് നോക്കാനുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ലെജിറ്റിമേറ്റ് എക്സെപ്ഷൻ എന്നാണ്. അപ്പം ഈ ഡോക്ട്രിൻ ഓഫ് ലെജിറ്റിമേറ്റ് എക്സെപ്ഷൻ നമ്മൾ നോർമലി ട്രീറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും പലപ്പോഴും ആയിട്ട് കണ്ടുവരുന്ന ഒരു ഐഡിയ ആണ് ഡോക്ട്രിൻ ഓഫ് ലെജിറ്റിമേറ്റ് എക്സെപ്ഷൻ. ബേസിക്കലി ലെജിറ്റിമേറ്റ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്, എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് പബ്ലിക് അതോറിറ്റീസ് ഫെയർ ആയിട്ട് ആക്ട് ചെയ്യണം. നമ്മൾ ഫെയർ ആയിരിക്കണം. ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹോണർ ചെയ്യണം. അതുപോലെ തന്നെ പാസ്റ്റ് ആക്ടുമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡിസിഷൻ വേണം എടുക്കാൻ. ഈ 3 പ്രിൻസിപ്പിൾസും ഇൻഗ്രെയിൻ ചെയ്തിരിക്കുന്ന ഐഡിയയാണ് പ്രിൻസിപ്പിൾ ഓഫ് ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഒന്ന്, നമ്മളൊരു ഗവൺമെന്റുമായിട്ട് ബിക്കോസ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു ഗവൺമെന്റ് ഏജൻസിയുമായിട്ടാണ്. അപ്പൊ അവിടെ ഓൾറെഡി ഒരു പവർ ഇംബാലൻസ് ഉണ്ട്. ഒരു നോർമൽ സിറ്റിസണായ ഞാനും ഒരു പവർ സ്ട്രക്ചറിൽ ഇരിക്കുന്ന തഹസിൽദാറും തമ്മിൽ ഒരു പവർ ഇംബാലൻസ് ഉണ്ട്. ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി തഹസിൽദാറിന്റെ മുന്നിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആ തഹസിൽദാറും ഞാനും തമ്മിൽ ഒബ്വിയസ്ലി ഒരു പവർ ഇംബാലൻസ് ഉണ്ട്. ആ പവർ ഇംബാലൻസ് ഒരിക്കലും ആസ് എ സിറ്റിസൺ എനിക്ക് അൺഫെയർ ആയിട്ട് വരരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡോക്ട്രിനാണ് ഡോക്ട്രിൻ ഓഫ് ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ. പറയുന്ന എന്താണ്, നിങ്ങൾ പബ്ലിക് അതോറിറ്റി ആണെങ്കിൽ നിങ്ങൾ ഫെയർ ആയിട്ട് ആക്ട് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും പ്രോമിസ്, നിങ്ങൾ ഈ ഡോക്യുമെന്റ് കൊണ്ടുവന്നാൽ ഞാൻ OBC സർട്ടിഫിക്കറ്റ് തരാം എന്നൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസ് നിങ്ങൾ ഹോൾഡ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ പാസ്റ്റ് ആയിട്ട് എന്താണോ ചെയ്തിരിക്കുന്നത് പാസ്റ്റ് ആക്ടുമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് വേണം ഫോളോ ചെയ്യാൻ. നിങ്ങൾ പണ്ട് ഇപ്പൊ എന്റെ ഫ്രണ്ട് സർട്ടിഫിക്കറ്റിന് പോയപ്പോ നിങ്ങൾ ചോദിച്ചത് ഡോക്യുമെന്റ് ABC, ഞാൻ വന്നപ്പോ നിങ്ങൾ CDE ചോദിച്ചു. അപ്പൊ അതെന്ത് വർത്താന? ഞാനും അയാളും ഒരേ സാധനത്തിന് വേണ്ടിയിട്ട് ഒരേ സമയത്ത് വന്നു. എന്നോട് വേറെ ഡോക്യുമെന്റ്സ് ചോദിച്ചു, ഇയാളോട് വേറെ ഡോക്യുമെന്റ്സ് ചോദിച്ചു. അപ്പൊ അതൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ആ ഇൻകൺസിസ്റ്റൻസി ഓവർ ദി കോഴ്സ് ഓഫ് ടൈം അഡ്മിനിസ്ട്രേറ്റീവ് ലോന്റെ വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലോയില് തന്നെ അതിന്റെ എക്സിസ്റ്റൻസിന് തന്നെ ബാധിക്കുന്നു കണ്ടുകൊണ്ട് പറയുന്ന അങ്ങനെ ചെയ്യാൻ പാടില്ല. മേക്ക് ഐഡിയ ദാറ്റ് ഒരു എക്സ്പെക്ടേഷൻസ്, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, അത് ബൗണ്ട് ചെയ്തിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻസ്, പബ്ലിക് അതോറിറ്റീസ് ഫെയർ ആയിട്ട് ആക്ട് ചെയ്യാം, പ്രോമിസസ് കീപ്പ് ചെയ്യാം, പാസ്റ്റ് ആക്ടുമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാം. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ചെയ്യണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ദ പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് എൻഷോറിംഗ് ദി ഡോക്ട്രിൻ ഓഫ് ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിന്റെ ആർബിട്രറി ആക്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ആര് പോയാലും, ഇപ്പൊ എനിക്ക് OBC സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? എനിക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെയാ ഡോക്യുമെന്റ് അവർക്ക് വേണ്ട, ആ സാധനം വെച്ച് സബ്മിറ്റ് ചെയ്താൽ മതി. എന്റെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്തത് ഫെയർ ആണെങ്കിൽ അവരെനിക്ക് OBC സർട്ടിഫിക്കറ്റ് തരും, അല്ലെങ്കിൽ തരില്ല. അപ്പൊ ആ ഒരു സർട്ടനിറ്റി ഉണ്ട്. ആ സർട്ടനിറ്റിയും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റീസണബിൾനെസ് ഉണ്ടല്ലോ, മറ്റേ ആർബിട്രിനെസ്സും റീസണബിൾ ആയിട്ടുള്ള ഡിസ്ക്രിഷണറി പവർ, ആ ഡിസ്ക്രിഷണറി പവർ കർട്ടെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെജിറ്റിമേറ്റ് എക്സെപ്ഷന് പറ്റും. ഇറ്റ്സ് എ റൂൾ അഗെയിൻസ്റ്റ്
അബ്യൂസ് ഓഫ് പവറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. അപ്പൊ നമ്മൾ ഫെയർ ഡിസിഷൻ മേക്കിങ്ങിന്റെ സമയത്തും അഡ്ജുഡിക്കേറ്ററി പ്രോസസ്സിൽ ഫെയർ ഡിസിഷൻ മേക്കിങ്ങിന്റെ സമയത്തും ഈ പറയുന്ന ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻസ് കീപ്പ് ചെയ്താൽ എന്താ ഫെയർ ഡിസിഷൻ. അപ്പം പറഞ്ഞ നിങ്ങൾ മറ്റേ ആൾക്ക് ഇങ്ങനെ കൊടുത്തല്ലോ, എനിക്ക് എന്താ ഇങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളൊരു ഡിസ്കഷൻ വരാതെ ഇരിക്കാൻ വേണ്ടി ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷന് സഹായിക്കും. ഇതിന്റെ കൂടെ നിൽക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് പ്രോമിസറി എസ്റ്റോപ്പൽ. പ്രോമിസറി എസ്റ്റോപ്പലും equitable doctrine which has evolved. The idea is that when എനിക്ക് തോന്നുന്നു പ്രോമിസറി എസ്റ്റോപ്പൽ നമ്മൾ കോൺട്രാക്ട്സിൽ പറയുന്നുണ്ട്, ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷനോട് കൂടി റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ട്രിനാണ് പ്രോമിസറി എസ്റ്റോപ്പൽ ഡോക്ട്രിൻ. The idea is that when one party അയാൾ has given his word to another party, എന്താ ഒരു അൺഈക്വൽ ആയിട്ടൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട് വിത്ത് ദ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, ദെൻ ആ ലീഗൽ റിലേഷൻഷിപ്പിന് മുകളിൽ റേസ് ചെയ്യുന്ന എല്ലാ ഒബ്ലിഗേഷൻസ്, എല്ലാ പ്രോമിസും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗണ്ട് ആണ് ഈ പാർട്ടീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ പ്രോമിസറി എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും നമ്മൾ ഇപ്പം തിങ്ക് അബൌട്ട് പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ഗവൺമെന്റ് ലോ കോളേജ്, ടീച്ചേഴ്സ് അല്ല ഞാൻ പറയുന്നത്, അല്ലാണ്ട് നമ്മൾ കോൺട്രാക്ട് വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഒക്കെ. അപ്പൊ ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ ഒക്കെ കൊട്ടേഷൻ എടുത്ത് ഒരു കൺസ്ട്രക്ഷൻ ഒരാള് ഇതിന്റെ കോൺട്രാക്ടർ ഉണ്ടല്ലോ, ആ കോൺട്രാക്ടറും ഗവൺമെന്റും തമ്മിലൊരു ഇതുണ്ടാവും, ഒരു കോൺട്രാക്ട് എന്താണ്ടാവും, നമ്മൾ ഇത്ര ബിൽഡിംഗ് നമ്മൾ ഇത്ര രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം, പകരം യു ഹാവ് ടു ഗീവ് മി ദിസ് മണി, ഈ ടൈമിനുള്ളിൽ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കോ ആ അതോറിറ്റിക്കോ പിന്നോട്ട് പോകാൻ പറ്റില്ല. അവര് കൺസിസ്റ്റന്റ് ആവണം, ആ പ്രോമിസിൽ കൺസിസ്റ്റന്റ് ആവണം. എന്ന് വെച്ചാൽ ഈ പറയുന്ന കോൺട്രാക്ടർ ഈ ബിൽഡിംഗ് ഫിനിഷ് ചെയ്ത് പറയുന്ന പോലെ ബിൽഡിംഗ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാശ് കൊടുക്കാൻ നമ്മൾ ബൗണ്ട് ആണ്. അത് ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് പ്രോമിസറി എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആസ് ലോങ് എസ് നമ്മൾ കൊടുത്ത പ്രോമിസ് ലോയുമായിട്ട് ഇൻകൺസിസ്റ്റന്റ് അല്ലാത്തോടത്തോളം കാലം, പബ്ലിക് എഗെയിൻസ്റ്റ് അല്ലാത്തോടത്തോളം കാലം ഈ പറയുന്ന പ്രോമിസസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി is bound to keep. അതാണ് പ്രോമിസറി എസ്റ്റോപ്പൽ. പ്രോമിസറി എസ്റ്റോപ്പലും ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷനും ഒരുമിച്ച് പോകുന്ന കോൺസെപ്റ്റ് ആണ്. ഇത് സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്, പക്ഷെ ഡിഫറൻസസ് ആർ ഓൾസോ വിസിബിൾ. ഇത് കുറച്ചും കൂടി പ്രോമിസറി എസ്റ്റോപ്പൽ നമ്മൾ കുറച്ചും കൂടി കോൺട്രാക്റ്റിൽ പറയുന്ന പ്രോമിസിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന കോൺസെപ്റ്റ് ആണ്. ഇതല്ലാണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ രണ്ടും ആണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മൾ പഠിച്ച രണ്ട് കോൺസെപ്റ്റ്സ്. ഇതെല്ലാം നമ്മൾ ഇനി ക്വസ്റ്റ്യന് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഉണ്ടല്ലോ, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി റൂൾ മേക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. അപ്പൊ ഈ റൂൾ മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആബ്സല്യൂട്ട് പവർ ഉണ്ടോ, എന്ത് റൂൾ വേണമെങ്കിലും എടുക്കാൻ പറ്റുമോ, അത് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഈ റൂൾ മേക്കിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയുടെ റൂൾ മേക്കിംഗ് പവറിന് രണ്ട് തരത്തിലുള്ള കൺട്രോൾ മെക്കാനിസം ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് ജുഡീഷ്യൽ കൺട്രോള്, മറ്റേത് ലെജിസ്ലേറ്റീവ് കൺട്രോൾ. ജുഡീഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ജുഡീഷ്യൽ ബോഡി, നമ്മൾ കോടതികള് ഈ